കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 53-ാമത്തെ ക്ലാസ്സിലേക്ക് 2026 മാർച്ച് മാസം 30 തിങ്കളാഴ്ച കർത്താവിൻ്റെ നാമത്തിൽ ഏവരെയും വന്ദനം ചൊല്ലുന്നു. ഇന്ന് നമ്മൾ തുടർന്ന് ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തക പഠനത്തിൽ 19-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. 7 ഇടിനാഥത്തിൽ മറഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങളാകുന്ന പ്രതികാല ദിവസം, സേനാ ദിവസം, കല്യാണ നാൾ, ക്രോധ ദിവസം, കൂടാരപ്പെരുന്നാൾ, ഒടുക്കത്തെ നാൾ, ഉണ്ടാക്കുവാനുള്ള ദിവസം, ഇങ്ങനെ 7 ദിവസങ്ങളിലെ 4-ാമത്തെ ദിവസമാകുന്ന ക്രോധ ദിവസത്തെക്കുറിച്ചുള്ള പഠനത്തിലേക്കാണ് നാം ഇന്ന് രാത്രിയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ക്രോധ ദിവസം എന്ന് പറയുമ്പോൾ കർത്താവ് ആദ്യമായി ഒന്നാമത് ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടത്, മനുഷ്യനായ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടത്, അവൻ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ രക്ഷകനായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. വടിയും കോലുമായിട്ട് മനുഷ്യനെ മേയിപ്പാൻ, ആടുകളെ മേയിക്കുന്ന നല്ല ഇടയനായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടെങ്കിൽ, കർത്താവ് രണ്ടാമത് ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ക്രോധത്തോടെയാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടുന്ന് നീക്കിക്കളയേണ്ട സകല ദുഷ്ടന്മാരെ നീക്കിക്കളഞ്ഞ് ദൈവം തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് കർത്താവ് രണ്ടാമത് വരുന്നത്. ആ പ്രത്യക്ഷതയാണ് ക്രോധ ദിവസമായി ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വെളിപ്പാട് 19 മുതൽ 16 വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള നിരവധി ചിന്തകളും വാക്യങ്ങളും പഠനങ്ങളും നമുക്കുണ്ട്. അപ്പോൾ അത് പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രവചന വാക്യങ്ങൾ ഇന്ന് ഈ രാത്രിയിൽ ഒന്ന് വേഗത്തിലെടുത്ത് പറഞ്ഞിട്ട്, അന്ന് അവർ പറഞ്ഞിരിക്കുന്നത്, അഥവാ ലോകാരംഭം മുതൽ ദൈവത്തിന് ദാസന്മാരായിരിക്കുന്ന പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അവർ പ്രവചിച്ച പ്രവചനങ്ങൾ നിവൃത്തിയാകുന്നവരെയും സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു എന്ന വചനപ്രകാരം സ്വർഗം അവനെ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രൻ മധ്യാകാശ പ്രത്യക്ഷതയ്ക്ക് ശേഷമായി തൻ്റെ സഭയാം ആദിജാതന്മാരുടെ സഭയുമായ സ്വർഗത്തിൽ ആയിരിക്കുന്നതിനെക്കുറിച്ചും സേനാ ദിവസത്തിൽ രാജാവാകുന്നതിനെക്കുറിച്ചും അതിനുശേഷമായി കുഞ്ഞാടിൻ്റെ വിവാഹം നടക്കുന്നതിനെക്കുറിച്ചും നാം ചിന്തിച്ചു. അതിനുശേഷമായി ക്രോധ ദിവസത്തിൽ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തെക്കുറിച്ചുള്ള നിരവധി പ്രവചനങ്ങൾ നമുക്ക് നിരവധി പ്രവചന ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ 19-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നതിന് മുമ്പായി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പഴയ പുതിയ പ്രവചനങ്ങളിൽ പ്രസ്താവിച്ചിരിക്കുന്ന ചില പ്രധാന വാക്യങ്ങളെ എടുത്ത് ഓർപ്പിച്ച ശേഷമായി അതെങ്ങനെ നിവൃത്തീകരിക്കുന്നു എന്നുള്ളതിനോടനുബന്ധമായി 19-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു, വാഴുവാൻ വരുന്നു എന്നൊക്കെ നിരവധി ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും സങ്കീർത്തനങ്ങളുള്ള ബന്ധത്തിൽ സങ്കീർത്തനം 96, സങ്കീർത്തനം 98 ഇങ്ങനെയുള്ള നിരവധി സങ്കീർത്തന ഭാഗങ്ങളിൽ യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനം 96-ന്റെ 13 പറഞ്ഞിരിക്കുന്ന, യഹോവയുടെ സന്നിധിയിൽ നിന്ന് തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. അപ്പോൾ കർത്താവ് ദൈവത്തിൻ്റെ സന്നിധി, യഹോവയുടെ സന്നിധിയിൽ നിന്ന് വളരെ വ്യക്തമാണ്, സ്വർഗത്തിൽ നിന്ന് കർത്താവ് വരും. അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ്, മധ്യാകാശ വരവ്, രണ്ടാമത്തെ വരവ് ഇതൊക്കെ നടക്കുന്നതിന് മുമ്പ് സങ്കീർത്തനം രേഖപ്പെടുത്തിയതാണ് 96-ന്റെ 13. അപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ചല്ല, രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയെ കുറിച്ചല്ല, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാകുന്ന ക്രോധ ദിവസത്തിൽ അവൻ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. കർത്താവ് ഒന്നാമതൊന്ന് പറഞ്ഞാൽ ഭൂമിയെ വിധിപ്പാൻ വന്നതല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, മശിഹ വരുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിന് സങ്കീർത്തനമൊക്കെ വായിച്ച് നല്ല അറിവുണ്ട്. അപ്പോൾ അവര് മശിഹ വരുന്നതിനെ കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്
വിധിപ്പാൻ വരുന്ന രാജാവായിട്ട് അവർ ധരിച്ചു വെച്ചിരുന്ന രക്ഷകനായിട്ട് വരുന്ന സകല ജാതികളെ രക്ഷിക്കുന്ന ലോകത്തിന്റെ രക്ഷകനായിരിക്കുന്ന ക്രിസ്തു എന്നുള്ള മർമ്മം അവർക്ക് അറിയാത്തത് കൊണ്ട് അവർ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതായതുകൊണ്ട് കർത്താവിന് വരുന്നത് ജാതികളെ വിധിപ്പാൻ വേണ്ടിയാണ് വരുന്നത്, അവൻ ലോകത്തെ ഭരിപ്പാൻ വേണ്ടിയാണ് വരുന്നത് എന്നുള്ള ആ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ചിന്ത ഉള്ളത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഞാൻ ഭൂമിയെ വിധിപ്പാനല്ല വന്നത്, രക്ഷിപ്പാൻ അത്രേ വന്നതെന്ന് സുവിശേഷത്തിൽ കർത്താവ് പരസ്യമായി പ്രസ്താവിച്ചു. യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞു ഞാൻ ഭൂമിയെ വിധിപ്പാനല്ല വന്നത്, രക്ഷിപ്പാൻ അത്രേ വന്നത്. അതിനർത്ഥം ഇപ്പോൾ ഞാൻ വന്നത് വിധിപ്പാനല്ല, എന്നാൽ ഞാൻ രക്ഷിപ്പാനാണ് വന്നത്. പക്ഷെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം നിവൃത്തിയാകുവോളും ആകാശവും ഭൂമിയും മാറിപ്പോകുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത് ഈ വേദപുസ്തക പഠനത്തിൽ നമുക്ക് അത്യാവശ്യമായും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, ഓരോന്നിനോടും ബന്ധപ്പെട്ട കാര്യങ്ങളോടുള്ള ബന്ധത്തിലേ നമ്മളതിനെ ചിന്തിച്ച് പഠിക്കാവുള്ളൂ, അതിനെ ഗ്രഹിക്കാവുള്ളൂ. അതല്ലെങ്കിൽ ശരിയല്ലാത്തൊരു മരുന്ന് നമ്മളെടുത്ത് കഴിക്കുന്നതിന് തുല്യമാണ്. നമുക്കറിയാം മെഡിക്കൽ സ്റ്റോറിൽ ഒരുപാട് മരുന്നിരിപ്പുണ്ട്. ആ മരുന്ന് നമുക്ക് ഏത് മരുന്ന് പോയി എവിടെ നിന്ന് വാങ്ങിച്ചു കഴിക്കാൻ പറ്റത്തില്ല. ഏത് രോഗത്തിന് ഏത് മരുന്നാണോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതുപോലെ കഴിക്കാൻ പറ്റുള്ളൂ. വളരെ ശ്രദ്ധയോടെ ആയിരിക്കും അവിടെ ജോലി ചെയ്യുന്നവർ ഇരിക്കുന്നല്ലേ, ഓരോ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള മരുന്നാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലുന്ന മരുന്ന്, മെഡിസിൻ അല്ലെങ്കിൽ ആഹാരം, ഇതൊക്കെ വളരെ സൂക്ഷ്മതയോടെയാണ് നാം കഴിക്കേണ്ടതെങ്കിൽ അല്ലേ, കഴിക്കേണ്ട സമയത്ത് കഴിക്കണ്ടേ, ആഹാരത്തിന് മുമ്പ് കഴിക്കേണ്ടത് കഴിക്കണം, ആഹാരത്തിന് ശേഷം കഴിക്കാനുള്ളത് കഴിക്കണം, ആഹാരത്തിന് കൂടെ കഴിക്കാൻ കാണും, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൻ്റെ അകത്തുണ്ട്, അതെല്ലാം അതുപോലെ ചെയ്യണം. അതുപോലെ വേദപുസ്തക പഠനത്തിലും നമുക്ക് ഈ പറയുന്ന ഓർഡർ ഒന്നും തെറ്റാൻ പാടില്ല. അത് ഓരോന്നിനോടുള്ള ബന്ധത്തിൽ വേണം നമ്മൾ ചിന്തിക്കാൻ. അതല്ലെങ്കിൽ നമുക്ക് അത് പ്രയോജനപ്പെടത്തില്ല, അത് ഗുണത്തേക്കാളേറെ ദോഷം എത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ എടുത്തുനിന്ന് വായിച്ചിട്ട് അതിനെ എന്തെങ്കിലും വിധത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് നമ്മൾ തൃപ്തി അടയാൻ പാടില്ല. അതിൻ്റെ യഥാർത്ഥമായ വശം എന്താണ്, ഏതിനോടുള്ള ബന്ധത്തിലാണ് വചനം പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ 96 സങ്കീർത്തനം 13 വാക്യം വായിച്ചത്. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷയോടുകൂടെ നടക്കേണ്ട സംഭവമാണ്. കർത്താവ് വരുമ്പോൾ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, അവൻ ഭൂലോകത്തെ നീതിയോടും. ഭൂമിയെ വിധിപ്പാൻ എന്ന് പറയുമ്പോൾ ഭൂമിയെ വിധിക്കുക എന്നതിൻ്റെ അർത്ഥം ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടു കൂടെ വിധിക്കും. ഇപ്പം കർത്താവ് നീതിമാനും വിശ്വസ്തനുമായി നീതിയോടെ വിധിക്കാൻ വരുന്നത് എന്തിനു വേണ്ടിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? 98 9 വാക്യത്തിൽ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. വീണ്ടും ആവർത്തിച്ച് ഇതേ കാര്യം തന്നെ 98 സങ്കീർത്തനം 9 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് ഈ സങ്കീർത്തനങ്ങളെ കുറിച്ചുള്ള പഠനം ഒക്കെ വായിച്ചു കേട്ടിട്ടുള്ള അപ്പോസ്തലനായ പൗലോസിന് പരിശുദ്ധാത്മാവ് സഭയുടെ ആരംഭത്തോടുള്ള ബന്ധത്തിലെ വചനം ഓർപ്പിച്ചു കൊടുത്തപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അപ്പോൾ കർത്താവ് ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ വലുതും പ്രസിദ്ധമായ നാളിൽ അവൻ ഭൂമിയിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് ഭൂലോകത്തെ വിധിപ്പാൻ വേണ്ടിയാകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. കർത്താവിന്റെ വലുതും പ്രസിദ്ധമായ നാളിൽ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വലുതും പ്രസിദ്ധമായ നാള് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ് എന്നാണ്. വലുതും പ്രസിദ്ധമായ നാൾ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വലുതും പ്രസിദ്ധമായ നാള്. ഇവിടെ ലോകത്തിലെ കർത്താവ് യേശുക്രിസ്തു ആദ്യം വന്നപ്പോൾ അവൻ ആരാണെന്ന് അറിയാതെ രഹസ്യമായിട്ടാണ് ഭൂമിയിൽ വന്നത്. അത് പരസ്യപ്പെടുത്തിയില്ല. ഒന്നാമത്തെ വരവിൽ പരസ്യപ്പെടുത്തിയില്ല. അത് എല്ലാവർക്കും യേശു എന്ന നാമം വെളിപ്പെടുത്തി കൊടുത്തില്ല. ദൈവപുത്രനാണെന്ന് ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ കർത്താവ് പ്രസിദ്ധപ്പെടുത്തിയുള്ളൂ. എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെന്ന് പറയുമ്പോൾ അത് വലുതാണ്, പ്രസിദ്ധപ്പെടുത്തുന്ന ആളാണ്. യേശു ക്രിസ്തുവിനെ വിളംബരം ചെയ്യുന്ന, അവൻ രാജാവാണെന്ന് പരസ്യമായി ലോകത്ത് പ്രസ്താവിച്ചുകൊണ്ട് അവൻ്റെ നാമം വലുതായ നാമം, പ്രസിദ്ധമായ നാമമായി വെളിപ്പെടുന്നതിനെയാണ് വലുതും പ്രസിദ്ധമായ നാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കർത്താവ് ഒന്നാമത്തെ വരവിൽ വന്നത് അവൻ്റെ നാമം അവൻ വെളിപ്പെടുത്തിയില്ല, അത് വേണ്ടവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ രണ്ടാമത് വരുമ്പോൾ സകലർക്കും അത് വെളിപ്പെടുന്ന രീതിയിൽ യേശുവിൻ്റെ നാമം വലുതായിരിക്കും, സകലത്തിനും മീതെ ഉന്നതമായ നാമമായി വെളിപ്പെടുത്തും. അത് പ്രസിദ്ധം ചെയ്യുന്ന നാളിനെയാണ് വലുതും
പ്രസിദ്ധമായ നാൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ മറ്റുള്ള ദിവസങ്ങൾ വലുതല്ലെന്നോ പ്രസിദ്ധമല്ലെന്നോ അല്ല, എൻ്റെ ആത്മീയാർത്ഥം ഇതാണ്. അതാണ് ഒന്നാമത്തെ വരവ്, മധ്യാശ വരവ്, ഇതൊക്കെ അത് പ്രസിദ്ധം ചെയ്യാത്ത നാളുകളാണ്. എന്നാൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത പ്രസിദ്ധം ചെയ്തിട്ട് പരസ്യപ്പെടുത്തി വരുന്നതിനെയാണ് പരസ്യപ്രത്യക്ഷത അഥവാ പ്രസിദ്ധപ്പെടുത്തുന്ന പ്രത്യക്ഷത എന്ന് ഇവിടെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സംഭവിക്കുമെന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തി 2-20 വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പെന്ന് പറഞ്ഞുകൊണ്ടാണ് മലാഹിയുടെ പ്രവചനം ഇസ്രായേലിന്റെ പ്രവാചകന്മാരിൽ അവസാന പ്രവാചകൻ അയക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ പ്രവചന പുസ്തകം എഴുതിയ അവസാനത്തെ പ്രവാചകൻ മലാഹിയുടെ പുസ്തകം. ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിലെ അവസാന പ്രവാചകൻ യോഹന്നാൻ സ്നാപകനാണ്. പക്ഷെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പ്രവചിച്ചുകൊണ്ടാണ് മലാഹിയുടെ പ്രവചനം പൂർത്തീകരിക്കുന്നത്. അവൻ മന്നപ്പന്മാരുടെ മക്കളോട് മക്കളുടെ അപ്പന്മാരുടെ നെരിപ്പിക്കെന്ന് പറഞ്ഞുകൊണ്ടുള്ള കർത്താവിന്റെ വലുതും പ്രസിദ്ധമായ നാൾ വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവ് രണ്ടാമത്തെ വരവിന് മുമ്പ് യോഹന്നാൻ വന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രസിദ്ധം ചെയ്തുകൊണ്ടാണ് പഴയ നിയമം എഴുതി പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും നിരവധി തെളിവുകൾ ഇതിനുള്ള ബന്ധത്തിൽ വാക്യങ്ങളായി കിടപ്പുണ്ട്. ഞാനത് ചില പ്രധാനപ്പെട്ട വാക്യങ്ങളൊന്ന് വായിക്കാം. കാരണം അത് എല്ലാം കൂടി എടുത്ത് നമ്മൾ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് മാത്രം ചിന്തിക്കേണ്ട ഒരു പഠനമായി മാറും. അതിലേക്ക് പോകുന്നില്ല. എന്നാൽ അത്യാവശ്യമായി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയാണ് നാം ചിന്തിക്കുന്നത്. 96-ാം അധ്യായം അതിൻ്റെ 13, 98-9 എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചല്ലോ. നമ്മൾ വായിക്കുള്ളത് അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട റെഫറൻസ് പറഞ്ഞിരിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം 30-ാം വാക്യത്തിലാണ്. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാൾ എന്ന് പറഞ്ഞാൽ പരസ്യമായി പ്രത്യക്ഷപ്പെടുന്ന നാൾ. രഹസ്യമായി വന്നതല്ല, പരസ്യമായി പ്രത്യക്ഷപ്പെടുന്ന നാൾ. കർത്താവ് പുനരുത്ഥാനം ചെയ്ത ശേഷവും അവൻ എല്ലാവർക്കുമായി പ്രസിദ്ധമായി പ്രത്യക്ഷപ്പെട്ടില്ല. പുനരുത്ഥാനന്തര പ്രത്യക്ഷതയും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നവർക്ക് മാത്രമാണ് അവനെ വെളിപ്പെടുത്തി കൊടുത്തതെന്ന് വേദപുസ്തകം നമുക്ക് തെളിവ് നൽകുന്നു. മർക്കോസ് സുവിശേഷം 13:26 മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്ന ദിവസമാണ് എന്നാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ 13-26 വാക്യത്തിൽ രേഖപ്പെടുത്തി. യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുന്ന ദിവസം അത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിലാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് ദൂതൻ പറഞ്ഞ് അവരെ ഒലിവ് മലയിൽ നിന്ന് അവരെ പറഞ്ഞ് താഴേക്ക് വിടുമ്പോൾ ഈ പറഞ്ഞ വചനമാണ് അവരോട് പറഞ്ഞത്. നിങ്ങൾ അവനെ സ്വർഗത്തിലേക്ക് പോയവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞത് അന്നാണ്. പക്ഷെ അതിനെ ഒരിക്കലും കർത്താവിൻ്റെ മണവാട്ടി സഭയെ ചേർക്കാൻ വരുന്നവരുടെ ബന്ധത്തിൽ പഠിപ്പിക്കരുത്. അത് അന്നല്ല കർത്താവ് ചിലത് വിചാരിക്കുന്നത് കർത്താവ് പോയതുപോലെ വരുമ്പോൾ നമ്മളെ അവിടെ കൊണ്ടുപോകാൻ വേണ്ടി വരിക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ മാറ്റങ്ങളേക്ക് ഉള്ളൂ എങ്കിലും അതൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കർത്താവ് പോയതുപോലെ വന്ന് നമ്മളെ ചേർക്കുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. കർത്താവ് പോയതുപോലെ വീണ്ടും വരുന്നത് രണ്ടാമത്തെ വരവെങ്കിലാണ്. അപ്പോൾ 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, അവൻ പോകുന്ന നേരം അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ടു സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് വീണ്ടും വരും എന്ന് പറഞ്ഞ് ഒലിവുമലയിൽ നിന്ന് പോയ കർത്താവ് ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്നത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാകുന്ന രണ്ടാമത്തെ വരവാണ്. അതല്ലാതെ മധ്യാകാശ പ്രത്യക്ഷതയല്ല. മണവാട്ടിയെ ചേർക്കാൻ വേണ്ടിയല്ല കർത്താവ് പോയതുപോലെ വീണ്ടും വരുന്നതെന്ന് പ്രത്യേകം ചിന്തിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ കർത്താവ് പോയതുപോലെ വീണ്ടും വന്ന് ഒലിവുമലയിൽ വരുന്നത് രണ്ടാമത്തെ പ്രത്യക്ഷതയാണ് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ കാഴ്ചപ്പാട് ബൈബിളിൽ തന്നിട്ടുണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങളെ ഗ്രഹിച്ചു വയ്ക്കുവാനെന്നും പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി
സ്വർഗത്തിൽ നിന്ന് അഗ്നിജാലിയിൽ പ്രത്യക്ഷനാകുന്ന ദിവസമെന്നാണ് 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം 6-ാം വാക്യത്തിലും യെശയ്യാവിന്റെ പ്രവചനം 66-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത എന്ന് പറഞ്ഞിരിക്കുന്നത് 1 തെസ്സലോനിക്കർ ലേഖനം 3-ാം അധ്യായം 13, സെഖര്യാവിന്റെ പ്രവചനം 14-ാം അധ്യായം 3, യൂദായുടെ ലേഖനം 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസമെന്നാണ് എബ്രായർക്ക് ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് 2ാമത്തെ പ്രത്യക്ഷതയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ദിവസം. ഇപ്പോൾ യേശുക്രിസ്തു ആദിജാതനായി സ്വർഗാസ്വർഗത്തിലേക്ക് പോയി ആദിജാതന്മാരുടെ സഭയെ ചേർക്കാൻ വേണ്ടി മധ്യാകാശത്ത് ഇറങ്ങി വരും. ആദിജാതന്മാരുടെ സഭയാകുന്ന മണവാട്ടിയുമായി അവനോടുകൂടിയുള്ള സകല വിശുദ്ധന്മാരുമായി പഴയ പുതിയ നിയമത്തിന്റെ സ്വർഗീയതയെ സ്വാഭാവിക്കുന്ന സകല വിശുദ്ധന്മാരുമായി കർത്താവ് ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് കർത്താവിന്റെ 2ാമത്തെ വരവ്. അതിനെയാണ് ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ദിവസം. വളരെ വ്യക്തമായി മനസ്സിലാക്കണം. യേശു കർത്താവ് മധ്യാകാശത്തിൽ വന്ന് സഭയെ ചേർക്കുന്നു. എന്നാൽ കർത്താവ് ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ദിവസം 2ാമത്തെ വരവാണ്. ഭൂമിയിലേക്ക് വരുന്നത് 2ാമത്തെ വരവാണ്. അതാണ് എബ്രായ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ അവൻ മേഘാരൂഢനായി വരുന്ന ദിവസമെന്ന് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിലും ആവർത്തന പുസ്തകം 33-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലും പറഞ്ഞു. പക്ഷെ പാട്ടുകളൊക്കെ ഒരുപാട് പാടുന്നത് അവൻ മേഘാരൂഢനായി വരുന്നതൊക്കെ പാടി ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി മേഘാരൂഢനായി വരുന്നതാണ് കർത്താവിന്റെ 2ാമത്തെ വരവാണ്. പക്ഷെ അതിനെ ദൈവസഭയുടെ എടുക്കപ്പെടാനുള്ള ബന്ധത്തിൽ പാടുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇത് വേദപുസ്തകത്തിന്റെ വചന അടിസ്ഥാനത്തിൽ വേണം നമ്മൾ പാട്ടൊക്കെ എഴുതാനും പാടാനും ഒക്കെ. പിന്നെ അത് പാടി അത് വചനപരമായിട്ടല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ ഒഴിവാക്കുക, ബുദ്ധിപൂർവ്വം അതിനെ ഒഴിവാക്കുക, മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എഴുതിയ പുസ്തകം എല്ലാം മാറ്റണമെന്നോ അമെൻഡ് ചെയ്യണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമുക്ക് മനസ്സിലായെങ്കിൽ അത് പാടുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ പാടാരെയും നമ്മൾ വിമർശിക്കാനൊന്നും പോകണ്ട. കർത്താവ് മനസ്സിലാക്കി അവർക്കും മനസ്സിലാക്കി കൊടുത്തോളും. അപ്പോൾ അവർ പാടിയത് കൊണ്ട് ഇപ്പോൾ അവരെ പിടിച്ചത് നടത്തി വിടുകയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല അങ്ങനെ. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ കാഴ്ചപ്പാടനുസരിച്ച് പഠിച്ചാലും മതി. പക്ഷെ എന്നാൽ ഇത് വ്യക്തമാക്കി തെളിയിച്ചു കൊടുക്കേണ്ട സമയങ്ങളിൽ തെളിയിക്കണമല്ലോ എന്നതുകൊണ്ടാണ് ഇങ്ങനൊരു പഠനം നടത്തുന്നത്. അപ്പം അങ്ങനെ ഒരു പാട്ട് പാടിയതുകൊണ്ട് അവരത് തെറ്റിപ്പോകുന്നത് ദുരുപദേശമാണെന്നൊന്നുമല്ല പറയുന്നത്. ലഭിച്ചിരിക്കുന്ന കാഴ്ചപ്പാട് നമുക്ക് പുതുതായിട്ട് കിട്ടുമ്പോൾ നമ്മൾ അതിനോട് ചേരുക എന്നുള്ളതല്ല. ഒരു പാട്ട് പാടി അതിനകത്ത് തെറ്റിപ്പോയി, അയ്യോ അത് മേഘാരൂഢനായി വരുന്നത് ഞാൻ പാടിയത്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും കർത്താവ് നമ്മോട് ചോദ്യം ചെയ്യത്തില്ല. നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ സത്യം വെളിപ്പെടുമ്പോൾ അതനുസരിച്ച് നമ്മൾ നീങ്ങാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ പഠനത്തിൽ നാം കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനെ ഇവിടെ രേഖപ്പെടുത്തുന്ന 33-ാം അധ്യായം ആവർത്തന പുസ്തകം 33-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഞാൻ വായിക്കാം. യശൂരിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. അപ്പോൾ യേശു മേഘാരൂഢനായി ഭൂമിയിലേക്ക് വരുന്നത് ഇസ്രായേലാകുന്ന യശൂരിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ആദിജാതന്മാരുടെ സഭയാകുന്ന സഭയുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് കർത്താവിന്റെ മധ്യാകാശ വരവാണ്. യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവെന്ന് പറയുമ്പോൾ ലോകത്തെ രക്ഷിപ്പാൻ വേണ്ടി വന്നതാണ് കർത്താവിന്റെ 1ാമത്തെ വരവ്. നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പിന് വേണ്ടി അവൻ രക്ഷിതാവായി വരുന്നതാണ് കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷത. ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി വരുന്നതാണ് കർത്താവിന്റെ 2ാമത്തെ പ്രത്യക്ഷത. അപ്പോൾ രക്ഷയോടുള്ള ബന്ധത്തിൽ 3 പ്രത്യക്ഷതകളെ കർത്താവിന്റെ വചനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, നമ്മുടെ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു പ്രത്യക്ഷപ്പെട്ടാണ് 1ാമത്തെ പ്രത്യക്ഷത. 2ാമത് കർത്താവിന്റെ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പിന് വേണ്ടി അവൻ രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അതെവിടെ എഴുതിയിരിക്കുന്ന ആർക്കെങ്കിലും അറിയാമോ? ഏത് ഭാഗത്താണ് പറഞ്ഞെന്നറിയാമോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ കർത്താവ് രക്ഷിതാവ്, ഈ രക്ഷിതാവായിരുന്ന കോൺഫിഡൻസ് എടുത്ത് വായിച്ചിട്ട് ഇതെല്ലാം ഒന്നാണെന്ന് ചിന്തിക്കാതിരിക്കണം. അപ്പോൾ ഈ രക്ഷിതാവായി വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്, ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷമുള്ള ബന്ധത്തിലാണ് അവിടെ അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കർത്താവ് നമ്മൾ കാത്തിരിക്കുന്നത്, കർത്താവ് മേഘാരൂഢനായി വരുന്നതല്ല കാത്തിരിക്കുന്നത്. നമ്മൾ കാത്തിരിക്കുന്നത് ഏത് കാത്തിരിപ്പാണ്? ഏതാണ്? ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാത്തിരിപ്പാണ് ദൈവമക്കളെ നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പിന് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് സദൃശമായിത്തീരുന്ന ആ ശരീരത്തിന് വീണ്ടെടുപ്പിന് വേണ്ടിയാണ്
നാം ഇവിടെ ഭൂമിയിൽ കാത്തിരിക്കുന്നതെന്നാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് വളരെ കാര്യമായി അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം ഞാൻ അത്രയും പറഞ്ഞപ്പോൾ അതിൻ്റെ തെളിവ് കൂടി വെളിപ്പെടുത്തി പോകാം. അത് ആ ഭാഗം കൂടി ഒന്ന് വായിച്ചിട്ട് ഇത് മനസ്സിലാകുന്നത് നന്നായിരിക്കുമല്ലോ. അവൻ നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഫിലിപ്പിയർ 3 അധ്യായം അതിൻ്റെ 20-21 വാക്യം നമുക്കറിയാവുന്നതാണ്. എങ്കിലും കർത്താവിൻ്റെ പ്രത്യക്ഷമുള്ള ബന്ധത്തിൽ പറയുമ്പോൾ കർത്താവ് ലോകത്തെ രക്ഷിപ്പാൻ വേണ്ടി വന്ന ഒന്നാമത്തെ പ്രത്യക്ഷ മനുഷ്യപുത്രനായിട്ട് വന്നു. കർത്താവ് മണവാളനായിട്ട് വരുന്നത് സഭയോടുള്ള ബന്ധത്തിൽ വരുന്നതിനെ കുറിച്ചുകൂടെ പറഞ്ഞിരിക്കുന്ന രക്ഷിതാവാണ് അവൻ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ രക്ഷകനും കർത്താവും എന്ന് പറയുമ്പോൾ നമ്മൾ പറയും നമ്മളെ രക്ഷിച്ചു, അതുകൊണ്ട് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണമായിട്ടില്ല. രക്ഷയുടെ പൂർത്തീകരണം എപ്പോഴാണ് സംഭവിക്കുന്നത്? രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത് നാം തികവിലേക്കെത്തി കർത്താവ് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കൂടി നടക്കുമ്പോഴാണ് രക്ഷയുടെ പൂർത്തീകരണം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ കർത്താവ് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി വരും. നമ്മൾ കർത്തമേശയുള്ള ബന്ധത്തിൽ പറയാറില്ലേ, നമ്മുടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ കർത്തമേശ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അത് പൂർണ്ണമായി രക്ഷയിലേക്ക് പൂർണ്ണമായി രക്ഷിക്കുന്ന അതാണ്. കർത്താവ് നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നുവെന്ന് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുക മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കൂടി ഉണ്ട്. അതോടുകൂടിയാണ് രക്ഷയുടെ പൂർത്തീകരണമായി തീർന്നത്. രക്ഷയുടെ സമ്പൂർത്തീകരണം സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പോടു കൂടിയാണ്. അപ്പം അതുകൊണ്ടാണ് രക്ഷ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ടുവോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ആത്മാവിൽ നമ്മളിപ്പോൾ യേശുവിനെ സന്തോഷാവസ്ഥ സ്വീകരിച്ച് നമ്മൾ രക്ഷിക്കപ്പെട്ടു. ആത്മാവിനെ നാം വീണ്ടെടുക്കപ്പെട്ട നാം, ആത്മാവെന്നത് ആദ്യദാനം ലഭിച്ച് നാം അവൻ്റെ അതേ പ്രതിമയായി കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇതേക്കുറിച്ചൊക്കെയുള്ള കർത്താവിന്റെ പ്രത്യക്ഷത്തെക്കുറിച്ച് ഞാനിവിടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്, നിങ്ങൾ വചനത്തിൽ പഠിത്തവും തിരിച്ചറിവും വെളിപ്പാടോസം പഠിക്കുന്നവരൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഓരോ വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പുതുതായിട്ട് ഒരാൾ കേട്ട് കഴിഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ പ്രത്യേകത എന്താണ്? കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷയുടെ പ്രത്യേകത എന്താണ്? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ 3 കാലഘട്ടങ്ങൾ 3 സമയത്തും രക്ഷിതാവാണ്. ഇപ്പോൾ ലോകരക്ഷിതാവായിട്ടാണ് ഒന്നാമത്തെ വരവ്. നമ്മുടെ ശരീരത്തിന് വേണ്ടിയെടുപ്പ് സഭയുടെ ശരീരത്തിന് വീണ്ടെടുപ്പിന് വേണ്ടിയാണ്, പുത്രത്വത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് കർത്താവ് മധ്യാകാശത്തിൽ വരുന്നത്. എന്നാൽ കർത്താവ് രണ്ടാമത് വരുന്നത് ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് വരുന്നതെന്ന് രേഖപ്പെടുത്തി. യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല, എൻ്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ഇത് വായിച്ച് ഈ ഭാഗങ്ങൾ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തത് രക്ഷകനായി വരുന്നു എന്നുള്ളത് വ്യത്യസ്തങ്ങളായ 3 സന്ദർഭങ്ങളുള്ളതാണ്. അത് ആ രീതിയിൽ തന്നെ ഗ്രഹിച്ചെടുക്കണമെന്നും വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. അപ്പോൾ മേഘാരൂഢനായി വരാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് നമ്മൾ അല്ല. എന്തുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്? ഫിലിപ്പിയ ലേഖനത്തിലേക്ക് ഓടിച്ചിടണം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടുന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരും. ഇതിനു വേണ്ടിയാണ് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ വരുന്ന ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് ആത്മാവെന്ന് ആദ്യം ലഭിച്ചിരിക്കുന്ന നാം കാത്തിരിക്കുന്നത്. ഇനി ഇതേക്കുറിച്ച് പഠിക്കണമെങ്കിൽ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം വായിച്ചാൽ മതി. അപ്പോൾ റോമർക്കെഴുതിയ ലേഖനത്തോടുള്ള ബന്ധത്തിൽ ഇത് സംബന്ധമായ വളരെ സുദീർഘമായ കാര്യങ്ങളുണ്ട്. രക്ഷയുടെ പൂർത്തീകരണത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ അതേ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ലേഖനങ്ങളെല്ലാം ഓരോ വിഷയങ്ങളുള്ള ബന്ധത്തിൽ അത് ഇന്റർലിങ്ക് ചെയ്ത് കിടപ്പുണ്ട്. അതിനെ വെളിപ്പെടുത്തേണ്ട പോലെ വെളിപ്പെടുത്തി പഠിച്ചു കഴിഞ്ഞാൽ വളരെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്താൽ ആ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. യഹോവയുടെ ക്രോധ ദിവസം എന്ന് യെശയ്യാവിന്റെ പ്രവചനം 13-ാം അധ്യായം 9-ാം വാക്യത്തിലും
സെബന്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എടുത്ത് വായിക്കുന്നില്ല, നിങ്ങൾക്കത് സാവകാശമായിട്ട് എടുത്ത് വായിച്ചാൽ മതി. സമയത്തിന് കുറവുകൊണ്ടാണ് എല്ലാം എടുത്ത് വായിക്കാത്തത്. അപ്പോൾ കർത്താവിൻ്റെ ക്രോധ ദിവസം ഉണ്ടെന്നുള്ളത് യെശയ്യാവിൻ്റെ പ്രവചനം 13-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലും സെബന്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ ചെറിയ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളെല്ലാം കർത്താവിൻ്റെ രണ്ടാമത്തവനുള്ള ബന്ധത്തിൽ, ഇസ്രായേലുള്ള ബന്ധത്തിലെ കാര്യങ്ങൾക്കാണ് ചെറിയ പ്രവാചകന്മാർ പ്രാതിനിധ്യം കൊടുത്തിരിക്കുന്നത്. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ കർത്താവിൻ്റെ 1 മുതൽ സകല മിനി ബൈബിൾ ആയതുകൊണ്ട് അതിനകത്ത് കർത്താവിൻ്റെ 1-ാമത്തെ വരവ്, കർത്താവിൻ്റെ മധ്യാകാശ വരവ്, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചെല്ലാം ഉണ്ടാക്കാനുള്ള ദിവസം എല്ലാത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ 66 പുസ്തകങ്ങളുണ്ട്. അപ്പോൾ യഹോവ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസമെന്ന് സെബന്യാവ് 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ, മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞു യഹോവ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസമെന്നാണ്. ഇവിടെ വലുതും ഭയങ്കരമായുള്ള ദിവസമെന്ന് യോബേൽ പ്രവചിച്ചു. 2-ാം അധ്യായം 31, മലാഖി 4-5. പ്രവാചകന്മാർ ഓരോന്നും വഴിനിയമ പ്രവാചകന്മാർ അധികമായി പ്രവചിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വരവ്, അഥവാ ഇസ്രായേൽ പ്രവാചകന്മാരുടെ പ്രധാന ലക്ഷ്യം ഇസ്രായേലിൻ്റെ രക്ഷയുള്ള ബന്ധത്തിലായിരുന്നു. അതുകൊണ്ടാണ് അവരതേക്കുറിച്ച് വളരെ കാര്യഗൗരവമായി വചനങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം ലോകാരംഭം മുതൽ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ അരുളിച്ചെയ്ത ഒക്കെയും യഥാസ്ഥാനത്താക്കുന്ന ദിവസമാണ് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ. ദൈവം ലോകാരംഭം മുതൽ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ അരുളിച്ചെയ്തൊക്കെയും യഥാസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ലോകാരംഭം മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, ലോകാരംഭം മുതൽ പ്രവചിച്ച പ്രവചനത്തെ ആണ് ഇവിടെ എന്ന് പറഞ്ഞാൽ, അന്ന് ലോകാരംഭം മുതൽ എന്ന് പറഞ്ഞാൽ പ്രവചനം മുഴുവനും പൂർത്തീകരിക്കപ്പെട്ടെന്നല്ല എൻ്റെ അർത്ഥം. ലോകാരംഭം മുതൽ തൻ്റെ പ്രവാചകന്മാരിലൂടെ അരുളിച്ചതൊക്കെ യഥാസ്ഥാനമാക്കുന്ന ദിവസം, അത് പറഞ്ഞാൽ ഭൂമിയെ കർത്താവ് ഭരിച്ച് യഥാസ്ഥാനമാക്കുന്ന ദിവസമാണ് എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ എന്ന് പറഞ്ഞാൽ പ്രവചനം പറഞ്ഞ് മുഴുവൻ പ്രവചിച്ച് പൂർത്തീകരിച്ചെന്നല്ല, ഇനിയും ഉണ്ട് പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടാനുണ്ട്. പക്ഷെ ലോകാരംഭം മുതൽ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാർ പറഞ്ഞത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ്. അപ്പം അതിനോടുള്ള ബന്ധത്തിലുള്ള പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവം ലോകത്തെ നീതി ന്യായം വിധിക്കുന്ന ദിവസത്തെക്കുറിച്ച് സംഖ്യ 96-13, 98-9 പഠിച്ചു. വൃതന്മാരെ ചേർക്കുന്ന ദിവസമാണ് മത്തായി സുവിശേഷം 24-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നു. കൊയ്ത്ത് നടക്കുന്ന വൃതന്മാരെ ചേർക്കുന്നു. കർത്താവ് ഇസ്രായേൽ വൃതന്മാരെയും ദൈവസഭയുടെ ശേഷിപ്പിലുള്ള സുവിശേഷ വൃതന്മാരെയും ചേർക്കുന്ന ദിവസമാണ് ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. നോഹയുടെയും ലോത്തിൻ്റെയും കാലത്ത് എന്ന പോലെ സംഭവിച്ചു പോലുള്ള ദിവസമാണെന്ന് ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം 26-30 പറഞ്ഞിരിക്കുന്നു. നോഹയുടെയും ലോത്തിൻ്റെയും കാലത്ത് സംഭവിച്ച സംഭവങ്ങളോട് ബന്ധത്തിൽ നമുക്ക് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, അത് വാതിലടയപ്പെട്ട ഒരു കൂട്ടർ തള്ളപ്പെടുന്നു. പിന്നെ ഒരു കൂട്ടർ ലോത്തിനോട് ബന്ധത്തിൽ അഗ്നിക്ക് ന്യായവിധിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ രണ്ടും സംഭവിക്കുന്നുണ്ട്. നോഹയുടെയും ലോത്തിൻ്റെയും കാലത്തുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ, നോഹയുടെ കാലത്ത് വാതിലടയപ്പെട്ട് തള്ളപ്പെട്ടു പോയി. സുവിശേഷം അറിയാത്തവർ, യേശുവിനെ അംഗീകരിക്കാത്തവർ, വചനം അനുസരിക്കാത്തവർ തള്ളപ്പെട്ടു പോകുന്ന വാതിലടയുന്നു. അന്ന് സംഭവിച്ചു. മഴ പെയ്തു, വെള്ളം പൊങ്ങി, രക്ഷയില്ലാതെ കൈവിടപ്പെട്ടു പോയി. എന്നാൽ അന്ന് തന്നെ ലോത്തിൻ്റെ കാലത്തുണ്ടായത്, ലോത്തിൻ്റെ ഉള്ള ബന്ധത്തിൽ തീ കൊണ്ടുള്ള ന്യായവിധിയാണ് നടക്കുന്നത്. സൊദോം ഗൊമോറയെ ദൈവം തീ കൊണ്ട് ന്യായം വിധിച്ചു. അപ്പോൾ അത് അഗ്നിനരകത്തിലേക്ക് തള്ളപ്പെടുന്നതിനെ കുറിച്ചുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. തീ കൊണ്ടുള്ള ന്യായവിധി, തീയിലേക്ക് ഇടുന്നു. അപ്പോൾ ലോത്തിൻ്റെയും കാലത്ത്, അപ്പോൾ അതുകൊണ്ടാണ് ഇത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ നോഹയുടെ കാലത്ത് നടന്നതും ലോത്തിൻ്റെ കാലത്ത് നടക്കുന്ന സംഭവങ്ങൾ നടക്കും. എന്താണത്? വാതിലടയപ്പെടും, സുവിശേഷ വാതിലടയപ്പെടും. അന്ന് ജീവനോടിരിക്കുന്ന എല്ലാവരും അഗ്നിക്കിരയായിത്തീരും എന്ന് പറഞ്ഞാൽ, ജീവനോടിരിക്കുന്ന എല്ലാവരും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ജീവനോടിരിക്കുന്നവരിൽ ദുഷ്ടന്മാരാകുന്ന പതിവ്. ഏത് ക്രിസ്ത്യനോട് കള്ളപ്രവാചകനോടും കൂടെ ഈ ദുഷ്ടന്മാരായിരിക്കുന്ന സകല പതിരുകളും അഗ്നിനരകത്തിലേക്ക് തള്ളിപ്പെടും എന്നതിനെ കുറിച്ചാണ് ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേക്കുറിച്ച് ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 17-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ലോകാവസാനം എന്ന വിഷയം തിരുവചനത്തിൻ്റെ വിവിധ അധ്യായങ്ങളിൽ, പ്രവചനങ്ങളിൽ, പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ചില
പ്രത്യേക തെളിവുകൾ മാത്രമാണ് ഇവിടെ ഞാൻ എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുഴുവൻ വിശദീകരണത്തിലേക്ക് പോകണമെങ്കിൽ കർത്താവിൻ്റെ, ഞങ്ങൾക്കറിയാം ഇത്രയും വാക്യം, നമ്മൾ ഒരു വാക്യം എടുത്ത് പ്രസംഗിക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണം. അതങ്ങനെയാണല്ലോ ചെയ്യുന്ന, ഒരു വാക്യം എടുത്ത് വായിച്ച് ചിന്തിക്കുക. അപ്പം ഇത്രയും പ്രവചനങ്ങളെല്ലാം കൂടി എടുത്ത് വായിച്ചിട്ട് ഞാൻ അത് പ്രസംഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഇത് വേണ്ടിയവർ ഇതിനുള്ള വിഷയത്തോട് ബന്ധത്തിൽ പഠിക്കുക, മനസ്സിലാക്കുക. സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ട് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തവനെ കുറിച്ചുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിവതും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. കാരണം ഇതിൻ്റെ വ്യാഖ്യാനം മാത്രം നമ്മൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് വിസ്താര ഭയത്താലാണ് അതിലേക്ക് കടന്നു പോകാത്തത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കർത്താവിൻ്റെ രണ്ടാമത്തവനെ കുറിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ മഹത്വപൂർണ്ണ യേശുവിനെ പത്മോസിന്റെ ഏകാന്തതയിൽ ദർശിച്ചിരിക്കുന്ന യോഹന്നാൻ അതിൻ്റെ ഒന്നാം ഭാഗത്ത് കർത്താവിനെ പത്മോസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ അത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഉള്ള ഒരു ദർശനമാണ്. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷൻ ഭൂലോകത്തെ നേരോടെ വിധിച്ച് അവൻ്റെ രാജ്യസ്ഥായിപ്പാൻ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുന്നതിനെ കുറിച്ച് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെ കർത്താവ് രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്നു, അവൻ ദൈവസന്നിധിയിൽ നിന്ന് വരുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഈ വായിച്ച പ്രവചനങ്ങളോടുള്ള ബന്ധത്തിലെല്ലാ മിക്ക കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ തുടർന്നുള്ള വെളിപ്പാട് പുസ്തക പഠന വ്യാഖ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഇതെന്തിനെയാണ് വെളിപ്പെടുത്തുന്നത്? പ്രവാചകന്മാർ പ്രവചിച്ചു കർത്താവ് രണ്ടാമത് വരുമെന്ന്, കർത്താവ് രണ്ടാമത് പരസ്യമായി വരുമെന്ന്, പ്രസിദ്ധപ്പെടുത്തുമെന്ന്, അവനെ പ്രസിദ്ധം ചെയ്യുന്നതാണ് രണ്ടാമത്തെ. അപ്പോൾ ദൈവത്തിന് വലുതും പ്രസിദ്ധമായ നാളെന്നതിൻ്റെ അർത്ഥം എന്താണ്? യേശു കർത്താവിനെ പ്രസിദ്ധം ചെയ്യുന്നതാണ്. ഒന്നാമത്തെ വരവെങ്കിൽ കർത്താവ് പറഞ്ഞു, മിണ്ടരുത്, ആരോടും പറയരുത്, രഹസ്യമായിരിക്കണം എന്ന് പറഞ്ഞാൽ അന്നേരം പറഞ്ഞു, ഞാൻ മരിച്ചവരെ എഴുന്നേൽക്കുന്നവരെ ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞു. എന്നാൽ സുവിശേഷം പ്രസിദ്ധം ചെയ്തു. യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് പ്രസിദ്ധം ചെയ്യാൻ തുടങ്ങി. അവൻ രാജാതിരാജാവായി, കർത്താതി കർത്താവായി, ദൈവമായി അവൻ ലോകത്തിൽ വെളിപ്പെടുന്ന, പ്രസിദ്ധം ചെയ്യുന്ന ദിവസമാണ് ഈ വലുതും ഭയങ്കരമായ ദിവസം. അതിനെക്കുറിച്ച് ക്രോധ ദിവസം എന്നാണ് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്ന് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് ഇരുമ്പ് കോൽ കൊണ്ടാണ് വരുന്നത്. അവൻ മുന്തിരിച്ചക്ക് ചവിട്ടുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഈ ഭാഗത്ത് രേഖപ്പെടുത്തും. ഇപ്പൊ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷയോട് ബന്ധത്തിൽ നടക്കേണ്ട പ്രധാനപ്പെട്ട 7 സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. അല്ലെങ്കിൽ ഈ എങ്ങനെ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എപ്രകാരമായിരിക്കും, എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് പഠിക്കുന്നു. പക്ഷേ ഇത് സംഭവിക്കുമ്പോൾ അവനോട് കൂടെ വരുവാൻ ഉള്ളവരാണ് ഇന്ന് ഈ ക്ലാസ്സുകൾ കേൾക്കുന്നത്. എൻ്റെ ആഗ്രഹം അതാണ്. ഇത് പഠിക്കുന്നവർ, കേൾക്കുന്നവർ, ഇതാരെല്ലാം യൂട്യൂബിലൂടെ ഒക്കെ കേൾക്കുന്നുവോ അവരൊക്കെ ഈ പഠനം പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11, 16 അധ്യായം വായിച്ച് പഠിക്കുമ്പോൾ ഇത് വെറും ഒരു ചിന്താ വിഷയമായി, പഠന വിഷയമായി നമ്മൾ മനസ്സിലാക്കാനല്ല, ഇത് എൻ്റെ ജീവിതത്തിലും സംഭവിക്കുന്നതാണ്. ഈ പുസ്തകത്തിൽ ഇരിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എല്ലാവരും ഉൾപ്പെട്ടേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ നിത്യം നരകാഗ്നിയിലേക്ക് തള്ളപ്പെടണം, അത് സംഭവിക്കും. ബൈബിൾ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ മനുഷ്യൻ എല്ലാവരും ഉൾപ്പെട്ടേ മതിയാകുള്ളൂ. നിത്യനരകാഗ്നി തള്ളപ്പെടണോ, അതോ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമോ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കാണപ്പെടുമോ, മരിച്ചശേഷം പരദീസയിൽ പോയിരിക്കണമോ, അതോ സമുദ്രത്തിൽ പോയിരിക്കണമോ, പാതാളത്തിലാകണമോ, നരകത്തിലാകണമോ, ഇതൊക്കെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്തിൽ നിങ്ങൾ ഉൾപ്പെടണമേ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞാനിന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഭാവികാല സംഭവത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ നമ്മളുണ്ടായിരിക്കണം. അതിന് അന്ന് സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഈ ജഡത്തിൽ നമ്മൾ പഠിക്കുന്നു. എന്നാൽ സ്വർഗീയ സദൃശമായിരിക്കുന്ന കർത്താവിൻ്റെ അതേ ശരീരത്തോട് സദൃശ്യപ്പെടുന്നവരായി നാം അവനോടുകൂടെ വരുന്നതിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം എന്തിനാ പഠിക്കുന്നത്? ഇത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഭാവിയെക്കുറിച്ച്, എൻ്റെ പ്രത്യാശയെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തി. അതാ ഞാൻ പഠിക്കുന്നത്, മറ്റാരെയും കുറിച്ചല്ല, മറ്റാരുടെ വിഷയങ്ങളല്ല പഠിക്കുന്നത്.
കുഞ്ഞാടിൻ്റെ കല്യാണം എൻ്റെ ദിവസമാണ്. അവൻ പ്രത്യക്ഷപ്പെടുന്നത് ഞാനും കൂടെ വരുന്ന പ്രത്യക്ഷതയാ. വെളിപ്പാട് പറയുന്ന പ്രതികാര ദിവസം അത് ഞാൻ ഉൾപ്പെടുന്നതാ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നടക്കുന്ന സകല കാര്യങ്ങൾക്കും യേശു ക്രിസ്തുവിനോടുകൂടെ ഞാൻ പങ്കാളിയായിരിക്കും. അപ്പോൾ വെളിപ്പാട് ദിവസം ആരാ പഠിക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരുമാ പഠിക്കേണ്ടത്. എന്തിനാ പഠിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഭാവികാല സംഭവങ്ങളെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ധാരണ അനേകർക്കില്ലാത്തതുകൊണ്ടാണ് ഈ പുസ്തകം കാണുമ്പോൾ ഒരു അലർജി പോലെ മടക്കി വയ്ക്കുന്നത്, വേണ്ട എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത്, ഇതൊക്കെ എന്തിനാ മനസ്സിലാക്കുന്നത് അല്ലേ? പഠിക്കണോ? ഇതിനകത്ത് നിങ്ങൾ ചിന്തിച്ചാട്ടെ, ഇതൊക്കെ പഠിക്കണ്ടേ? വേണം. സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പഠിക്കണം, മനസ്സിലാകണം. സഭ എടുക്കപ്പെടുന്നതിനെ കുറിച്ച് മനസ്സിലാകണം. അതേ 3.5 വർഷം നമ്മൾ സ്വർഗാസ്വർഗത്തിലെ കുറിച്ച് നടക്കുന്ന സാത്താന്യ മഹത്വത്തെക്കുറിച്ചും സുവർണത്തെക്കുറിച്ചും ആ സമയത്ത് നമ്മുടെ ശുശ്രൂഷകളെ കുറിച്ചും മനസ്സിലാക്കണം. കുഞ്ഞാടിൻ്റെ സേനാ ദിവസത്തിൽ രാജാവാകുമ്പോൾ നമ്മുടെ മണവാളനാണ് രാജ്യത്തെ ഏറ്റെടുക്കുന്നത്. എൻ്റെ കല്യാണ ദിവസം നമ്മുടെ കല്യാണ ദിവസമാണ്. ഭൂമിയിലെ കല്യാണ ദിവസമൊക്കെ സന്തോഷമാണ്. ഭൂമിയിലെ ജീവിതം കൊണ്ട് തീർന്നു പോകുമ്പോൾ ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു നിത്യവിഭാഗം ക്രിസ്തുവിനോട് ചേരുവാനുള്ള ഒരു കല്യാണ ദിവസമുണ്ട്. ആ ഭാഗ്യകരമായ ദിവസത്തിന് വേണ്ടി നാം ഒരുക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള നിർമ്മലകന്യകയായി നമ്മെ തന്നെ കാത്തു സൂക്ഷിച്ച് നാം സൂക്ഷ്മതയോടെ നമ്മുടെ ജീവിതം വിവാഹം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന നമുക്ക് മറ്റാരെയും കാത്തിരിക്കാനില്ല, മറ്റാരെയും നോക്കുവാനില്ല. വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകനിയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇതിനു മുമ്പ് പലതിൽ നമ്മൾ ഓടി നടന്നവരായിരുന്നു. എന്നാൽ ഒരു പർട്ടിക്കുലർ വ്യക്തിയുമായി കല്യാണ നിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആലോചനയില്ല, പിന്നീട് അന്വേഷണം നടക്കത്തില്ല. അങ്ങനെയല്ലേ? കല്യാണം ഉറപ്പിച്ചു. അതുകൊണ്ടാണ് നമുക്കൊരേ ഒരു ലക്ഷ്യമുള്ളത്, എത്രയും വേഗത്തിൽ അവനുമായുള്ള ആ കല്യാണത്തിൽ എനിക്ക് പങ്കാളിയായി തീർന്നു. കല്യാണത്തിന് ഡേറ്റ് സ്വർഗം തീരുമാനിക്കും. അതുവരെയും ജീവനോട് നാം ശേഷിച്ചിരിക്കുന്നെങ്കിൽ അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. അതല്ല, നാം മരിച്ച് മാറ്റപ്പെട്ടാൽ പർദീസയുടെ 3-ാം സ്വർഗത്തിൽ കാത്തിരിക്കുന്നത് ആ അസുലഭവും ആ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുന്ന പ്രവചനങ്ങൾ എങ്ങനെ ഇപ്പോൾ പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നിവർത്തിയിരിക്കപ്പെടുന്നു എന്നാണ് വെളിപ്പാട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം എടുത്ത് പഠിച്ചാലേ ലോകാരംഭം മുതൽ അല്ലെങ്കിൽ ലോക സൃഷ്ടിക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് ഭാവിയിൽ ഇത് സംഭവിക്കുന്നത് എന്നുള്ളതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് അത് സംഭവിക്കാനുള്ള കുറിച്ച് എന്നോട് ചോദിപ്പീൻ, സ്വാപ്രശ്നം പറഞ്ഞിരിക്കുകയാണ്, സംഭവിക്കാനുള്ള എന്നോട് ചോദിപ്പീൻ. പക്ഷെ ഇങ്ങനെയുള്ള ഈ ഭാവികാല അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണങ്ങളോ ക്ലാസ്സുകളോ ഒന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. എല്ലാവർക്കും ഇഷ്ടം ഇപ്പോഴത്തെ ലോകത്ത് എന്ത് വിടലുണ്ടോ അല്ലേ? ഇവിടെ എന്താണ് ലഭിക്കുന്നത്, അതാണ് പ്രധാന ലക്ഷ്യം. അതുകൊണ്ടാണ് അതിനോടുള്ള ബന്ധത്തിൽ ഒരുപാട് പേര് കൂടുന്നത്. രോഗസൗഖ്യം, ബോധശാന്തി, കുഞ്ഞുങ്ങളുടെ പഠനം, പരീക്ഷ, ജോലി, കല്യാണം, ഇങ്ങനെ ഇത്യാദി കാര്യങ്ങൾക്ക് വേണ്ടി വളരെ തിരക്കാണ് എല്ലാവർക്കും. അതിന് വേണ്ടിയുള്ള ദൂത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. കണ്ണൊക്കെ നിറഞ്ഞ കവിയും സന്തോഷമാണ്. നമ്മുടെ വീടിനെ കുറിച്ച് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ എന്നാൽ ആനന്ദത്തിന്റെ കണ്ണുനീർ ഒഴിക്കുവാൻ കഴിയുന്നത് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോഴാണ് നമ്മുടെ ആനന്ദ കണ്ണീർ പൊഴിക്കുന്നത്. ഇതിനൊന്നും ഞാൻ യോഗ്യനല്ലല്ലോ, എന്നെ ഇത്രമാത്രം വലിയൊരു പദവിയിലേക്ക് അങ്ങ് കണ്ടിരിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ആനന്ദ കണ്ണീർ ഒഴുക്കാൻ കഴിയണമെങ്കിൽ ഈ പറയുന്ന പുസ്തകം പഠിക്കണം. അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആവശ്യമാണ്, എനിക്കും ആവശ്യമാണ്. പ്രവാചകന്മാർ നമ്മളോട് ദൂത് അറിയിക്കുന്ന എനിക്ക് സന്തോഷമാണ്. എനിക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആവശ്യം നിറവേറപ്പെടുന്നത് എനിക്ക് ആവശ്യമുള്ള കാര്യമാണ്, എൻ്റെ ജീവന് ആവശ്യമായ കാര്യമാണ്. എന്നാൽ എൻ്റെ ഭക്തിക്ക് ആവശ്യമായ കാര്യം, ജീവനും ഭക്തിക്ക് ആവശ്യമായത്, ഭക്തിയോടുള്ള ബന്ധത്തിൽ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ച് നാം കാത്തിരിക്കുന്നത് കർത്താവിനോടുള്ള വരവിനോടുള്ള ബന്ധത്തിലാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 16 വാക്യത്തിൽ, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന്
വിശ്വസ്തനും സത്യവാനും എന്ന പേർ. ഇപ്പൊ യോഹന്നാൻ കാണുകയാണ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത എങ്ങനെയാണ് സംഭവിക്കുന്നുള്ളത്. പറയാണ്, സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗത്തിന്റെ വാതിൽ തുറന്നല്ല, യോഹന്നാൻ കണ്ടത് സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടെന്നാ പറയുന്നത്. വാതിൽ അതിൽ അതുകൊണ്ട് എന്നോട് ഇവിടെ കയറി ഒരു ആത്മവിശ്വാസം പോകത്തിന് 4-ാം അധ്യായത്തിൽ പറയുന്നത്. ഇവിടെ വാതിൽ തുറന്നിരിക്കുന്നതല്ല, സ്വർഗം തുറന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ സ്വർഗം തുറന്നിരിക്കുന്നതിനെ കുറിച്ച് അവൻ സ്നാനപ്പെടുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കർത്താവിന്റെ 2ാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അപ്പോൾ ഈ വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തനും സത്യവാനും എന്ന് പറയും. എന്നാൽ എതിർ ക്രിസ്തു വരുന്നത് വെള്ളക്കുതിരപ്പുറത്താണ്. ഇത് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. എതിർ ക്രിസ്തു വരുന്നതിനെ കുറിച്ച് 1-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് അവൻ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തി ദൈവം അനുവദിച്ചിട്ടാണ് വരുന്നത്. അതൊക്കെ 6-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. കുഞ്ഞാട് മുദ്രകൾ 1 പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികൾ 1 ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനും ജയിപ്പാനായും പുറപ്പെട്ടു. അപ്പോൾ അവൻ ജയിക്കുന്നവൻ ജയിപ്പാനായി പുറപ്പെട്ടു. വിശുദ്ധമാട് യുദ്ധം ചെയ്തവരെ ജയിപ്പാനായി പുറപ്പെട്ടെന്നാണ് പറയുന്നത്. ജയിപ്പാൻ വന്നു. വിശുദ്ധമാട് യുദ്ധം ചെയ്തവരെ ജയിക്കുവാൻ വേണ്ടിയാണ് കയ്യിൽ വില്ലും പിടിച്ച് വെള്ളക്കുതിരപ്പുറത്ത് സമാധാനത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞുകൊണ്ട് എതിർ ക്രിസ്തു വരുമ്പോൾ അവൻ കള്ളനാണ്. അതുകൊണ്ടാണ് അവനെ കള്ളക്രിസ്തു എന്ന് പറയുന്നത്. കള്ളൻ, കള്ളപ്രവാചകൻ, അതിനോട് അവൻ തുറനിൽക്കുന്നവനാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെള്ളക്കുതിരപ്പുറത്ത് പ്രത്യക്ഷപ്പെടുന്നത് ആദ്യം വരുന്നത് എതിർ ക്രിസ്തുവാണ്. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ അവിടെയെന്നും ഇവിടെയെന്നും പറഞ്ഞാലൊന്നും ഓടരുത്, ഭ്രമിക്കരുത്, സംഭവിക്കേണ്ടതാണ്. അപ്പോൾ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് വെള്ളക്കുതിരപ്പുറത്താണ്. അവൻ ചതിക്കുന്നവനായിട്ട് വരുന്നതിനെയാണ് കയ്യിലൊരു വില്ലുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് ആ ഭാഗം പഠിച്ചപ്പോൾ വ്യാഖ്യാനിച്ചപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു. ഇനി അല്ലെങ്കിൽ കേൾക്കണം, ഈ ഓഡിയോ ഒക്കെ കൊണ്ട് കേൾക്കുക, എത്രയും കേൾക്കാമോ അത്രയും കേൾക്കുക, എങ്കിലേ ഇത് നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലത്തുള്ളൂ. ഇപ്പൊ ഇവിടെ പെട്ടെന്ന് 10-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ ഞാൻ വന്നത് വെള്ളക്കുതിരപ്പുറത്തല്ലേ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. അതെ, അവൻ കളിപ്പിക്കാൻ വേണ്ടി വരുന്നവനാ, വഞ്ചിക്കാൻ വേണ്ടി വരുന്നവനാ. അനേകരെ വഞ്ചിക്കും. കർത്താവ് വരുന്നുള്ളതെന്ന് ലോകജാതികൾക്കെല്ലാം അറിയാം. യേശു കർത്താവ് വരുന്നതിനെ കുറിച്ച് അറിയാം. പക്ഷേ യഥാർത്ഥത്തിലുള്ള ക്രിസ്തു വന്ന് രാജ്യം ഭരിക്കുന്നതിന് മുമ്പായി ഇസ്രായേൽ ഉൾപ്പെടെയുള്ള എല്ലാവരെയും വഞ്ചിച്ചു കളയാൻ വേണ്ടി അവൻ പ്രത്യക്ഷപ്പെടുന്ന വെള്ളക്കുതിരപ്പുറത്ത് ആ സമാധാനം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പക്ഷേ അവന് പുറമേയുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഉള്ളിൽ മുഴുവനും അവന് പകയാണ്. അവൻ മ്ലേച്ഛതയാണ്, ഇല്ലാതാക്കുന്നവനാണ്. സാത്താന്റെ പ്രതീകമായിട്ടാണ് അവൻ വരുന്നത്. അപ്പോൾ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ വെള്ളക്കുതിരപ്പുറത്ത് വരുന്നു. അതുമേ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനും ജയിപ്പാനായി. നമ്മുടെ കർത്താവിനെ ജയിക്കാൻ വേണ്ടിയല്ല വരുന്നത്. അവൻ എന്നേക്കും ജയാളിയ, മരണത്തെ ജയിച്ചു വന്നിട്ട് ജയാളിയ. ജയിക്കുന്നവൻ ജയിപ്പാനായിട്ട് വരുന്നത് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തവരെ ജയിപ്പാനുള്ള അധികാരം ലഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് കിരീടം പറഞ്ഞിരിക്കുന്നത്. അപ്പം അതേക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13-ാം അധ്യായം 7-ാം വാക്യം, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. അപ്പോൾ അവരെ ജയിക്കുന്നവൻ ജയിപ്പാനായി വരുന്നത് സാത്താന്യ മഹോത്സവത്തിൽ നടക്കുന്ന അവരുടെ പ്രവാചകന്മാരായിരിക്കുന്ന അന്നത്തെ 2 സാക്ഷികളുള്ള ബന്ധത്തിൽ അവിടെ വായിൽ തീയൊക്കെ പുറപ്പെടുന്നതുകൊണ്ട് അവരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു കാലഘട്ടമാണ് 3 വർഷത്തെ സാത്താന്യ മഹോത്സവം. അത് കഴിഞ്ഞു കഴിയുമ്പോഴാണ് കർത്താവ് അധികാരം മാറ്റി അവരെ മരിക്കാൻ വേണ്ടി അനുവദിച്ചു കൊടുക്കുമ്പോഴാണ് ഇവൻ വരുന്നത്. അങ്ങനെയാണ് അവരെ ജയിക്കുന്നത്. എന്ന് അവരെ കൊന്നുകളയുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ യേശു ക്രിസ്തു വരുമ്പോൾ എങ്ങനെയാണ് യോഹന്നാൻ ഇതെല്ലാം കാണുകയാണ്. എതിർ ക്രിസ്തു വരുന്നതിനെ കുറിച്ച് കണ്ടു. ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള സത്യമായിരിക്കുന്ന നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തി അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു.
അവൻ്റെ കണ്ണ് അഗ്നിജാല, തലയിൽ അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തെളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനമെന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. അപ്പോൾ ഇവിടെ കർത്താവിനോടുകൂടി ആരെല്ലാം വരുന്നു, അവര് എങ്ങനെ വരുന്നു എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ അതിന് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വരവെങ്കിൽ യേശു ക്രിസ്തു എങ്ങനെയാണ് ലോകത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ, അവന്റെ കണ്ണ് അഗ്നിജാല, തലയിൽ അനേകം രാജമുടികളുണ്ട്. 7 രാജമുടി ഉള്ളത് മൃഗത്തിനാണ്. 7 അത് എണ്ണി തികച്ചതാണ് 7 എന്നുള്ളത്. അവന്റെ സാധാരണ ബന്ധത്തിൽ അതെല്ലാം പരിമിതിയുണ്ട്. രാജമുടിയെ കാണിക്കുന്ന രാജാവിന്റെ രാജകീയ ആധിപത്യത്തെ അല്ലെങ്കിൽ അവന്റെ രാജ്യത്തിന്റെ വാഴ്ചയെ കാണിക്കുകയാണ്. ഇവിടെ പറയുന്ന തലയിൽ അനേകം രാജമുടികൾ. 7 പാടി ചിലര് 7 രാജമുടി എന്നുള്ളൊക്കെ പാട്ടൊക്കെ പാടി. പിന്നെ കുറച്ച് കഴിഞ്ഞ് മനസ്സിലായി ഈ 13ാം അധ്യായത്തിൽ പറയുന്ന 7 അല്ല ശരി എന്ന് പറഞ്ഞ പാട്ടൊക്കെ മാറ്റി. അപ്പം അതിൽ പാട്ട് എഴുതുന്ന എല്ലാ പാട്ടും അന്നേരം തന്നെ അങ്ങ് വിഴുങ്ങരുത്, എല്ലാം ഒന്നാണെന്ന് ചിന്തിക്കരുത്. കുറച്ച് കഴിയുമ്പോൾ മാറ്റം വരണ സമയത്ത് മാറ്റം വരണം അല്ലേ. അപ്പം അതുകൊണ്ട് ഈ 7 രാജമുടി എന്നൊക്കെ പറഞ്ഞ് ആദ്യം പാടിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വെളിപ്പാട് പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇത് 7 രാജമുടി എന്നുള്ളത് ക്രിസ്തുവിൻ്റെ അല്ല, അനേകം രാജമുടികളാണ്. ഞാൻ പറഞ്ഞു അതൊക്കെ മാറ്റി. ആദ്യം കുറേ പേര് ഇത് പാടിയായിരുന്നു, 7 രാജമുടി, 7 നിലവിളക്ക്, 7 എന്നുള്ളതെല്ലാം വന്നപ്പോൾ ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ അത് ഞാൻ പറഞ്ഞിട്ട് അതൊക്കെ സംഭവിക്കാവുന്നതാണ്. പക്ഷെ അതിനെ തിരുത്തേണ്ട സമയത്ത് തിരുത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 10 കന്യകമാരുടെ ഉപമയും മേഘാരൂഢനായി വരുന്നതും ഒക്കെയുള്ളത് കേൾക്കുമ്പം ഈ 7 രാജമുടി എന്നുള്ള പാട്ട് മാറ്റിയതുപോലെ ഒന്ന് മാറ്റിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, നല്ലതല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാറ്റേണ്ടതിനെ മാറ്റണമെന്ന് രേഖപ്പെടുത്തത്. ഇങ്ങനെ ഈ പാട്ട് ആദ്യം 7 രാജമുടിയോടുകൂടിയ ബന്ധത്തിൽ ആ പാട്ട് പാടിയിരുന്നു. പിന്നെയും അതിന് മാറ്റം വന്നു. 12ാം അധ്യായം എൻ്റെ 3ാം വാക്യത്തിലാണ് മറ്റൊരു അടയാളം കാണാൻ 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായ തീ നിറമുള്ള ഒരു മഹാസർപ്പം. അപ്പോൾ തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം തല കാണിക്കുന്നത് യേശുക്രിസ്തുവിനോട് ബന്ധത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 7 രാജമുടി എന്നുള്ളത് യേശുക്രിസ്തുവിനോട് ബന്ധത്തിൽ സാത്താനുള്ള ബന്ധത്തിലാണ്. യേശുക്രിസ്തുവിൻ്റെ തലമേൽ ഉള്ളത് അനേകം രാജമുടികളാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനമില്ലാത്ത അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. 7 രാജമുടികൾ എന്നുള്ള പാട്ട് നേരത്തെ പാടിയിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ പാടുന്നില്ല, ഇപ്പം അനേക രാജമുടികളാക്കി മാറ്റി. അതുപോലെ ചില മാറ്റങ്ങളൊക്കെ, ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പാടുന്നത് കൊണ്ട് തെറ്റുന്നല്ലോ കേട്ടോ, നല്ലതാണ്. നമുക്ക് കാര്യങ്ങൾ മനസ്സാകുമ്പോൾ അതിനെ വിട്ടൊന്ന് കളയുന്നല്ല. ബാക്കി അത്രയും എഴുതിയ പാട്ടിനകത്ത് അല്പമൊക്കെ തെറ്റ് വന്നിട്ടുള്ളൂ, അതൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. ഇപ്പം മണിയറയെക്കുറിച്ചും മണിയറവാസത്തെക്കുറിച്ചും മണിപ്പന്തലിനെ കുറിച്ചൊക്കെയുള്ള ചില പാട്ടുകളുണ്ട്, അവിടെയൊക്കെ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ മതി. ഞാൻ പറഞ്ഞില്ല, ബാക്കിയുള്ള പാട്ടൊക്കെ കറക്റ്റാ, കൃത്യമാ, മാറണ്ട. അതൊക്കെ നല്ല കാര്യങ്ങൾ, നല്ല വചനങ്ങൾ, നല്ല കാര്യമാണ്. പക്ഷെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ട്, അത് മാറ്റുവാൻ അവസരോചിതമായി അത് മാറ്റി പാടാമെങ്കിൽ ഇതുപോലെ നന്നായിരിക്കും എന്നുള്ളത് ഓർപ്പിക്കുന്നു. അപ്പോൾ അനേക രാജമുടികൾ ഉണ്ട്, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ നിത്യതയിൽ യേശുക്രിസ്തുവിനെ അറിയപ്പെടുന്ന പേരാണ് ആർക്കും അറിഞ്ഞുകൂടാത്ത പേര്. അതല്ലെങ്കിൽ അവനെ അതുമേരിക്കുന്ന വിശ്വസ്തനും സത്യവാനും എന്ന പേർ. ഇപ്പോൾ യേശു എന്ന പേരുണ്ട്. എന്നാൽ ഈ ആകാശഭൂമി കത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന കുഞ്ഞാടെന്നാണ് പറയുന്നത്, കുഞ്ഞാടിൻ്റെ എന്നാ പറയുന്നത്. എന്നാൽ ഈ ലോകം കത്തി കഴിയപ്പെട്ട് കഴിഞ്ഞ് പുതിയ ആകാശഭൂമി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞാടെന്ന് അറിയപ്പെടത്തില്ല. എന്നൊരു പുതിയ നാമത്തിലാണ് യേശു അറിയപ്പെടുന്നത്. അവൻ ദൈവവചനമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പുതിയ നിയമം. നമുക്കും പുതിയ പേരാണ്. ദൈവം വെള്ളക്കല്ലിൽ എഴുതിയിരിക്കുന്ന പുതിയ പേരുണ്ട്. അത് ലഭിക്കുന്നതല്ലാതെ ആരും അറിയത്തില്ല എന്നതുപോലെ അവനല്ലാതെ, കർത്താവനല്ലാതെ മറ്റാർക്കും അറിയാത്ത ഒരു രഹസ്യമായ നാമം യേശുവിനുണ്ട്. രഹസ്യമായ നാമമുണ്ടതുപോലെ
അവനോട് ചേരുന്നവർക്കും ഒരു സീക്രട്ടായിട്ടുള്ള പേരുണ്ട്. നീ ആ രഹസ്യമുള്ള ആ പേരുള്ളവനോട് കൂടെ ചേരുവാൻ, രഹസ്യമുള്ള വെള്ളക്കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന ഒരു പേരുള്ളവനായി തീരുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കണം. നമുക്കറിയാം, ഈ യൂണിഫോം ഒക്കെ ഇടുമ്പോൾ പേര് നെയിം പ്ലേറ്റ് വയ്ക്കും എന്ന് പറഞ്ഞതുപോലെ വെള്ളക്കല്ലിൽ കുത്തിയിരിക്കുന്ന പുതിയ പേര് നമുക്ക് ലഭിക്കും. ഇപ്പം കർത്താവിൻ്റെ പേരുണ്ട്, പക്ഷേ അന്ന് മാത്രം അത് ഡിസ്ക്ലോസ് ചെയ്യും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കമ്മീഷൻ കിട്ടുന്ന സമയത്ത് അവിടെ നെയിം അതിൻ്റെ അവിടുന്ന് അത് മാറ്റും എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന നമ്മുടെ കർത്താവിനോട് കൂടെ നാം നിത്യം വസിക്കുന്ന പുതിയ ആകാശ പുതിയ ഭൂമിയിലാണ് യഥാർത്ഥമായിട്ടുള്ള പേര് വെളിപ്പെടുന്നത്. ഇവിടെ നമുക്ക് പല പേരുകളുണ്ട്. നമുക്കൊരു പേര് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുതിയ പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു നാമം അവനുണ്ട്, എഴുതിയിട്ടുള്ള നാമമുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തെളിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവം എന്ന് പേർ പറയുന്നു. അപ്പോൾ കർത്താവ് ഒന്നാമത് വന്നത് രക്തം നൽകാൻ വേണ്ടിയാണ് വന്നത്, ജീവൻ നൽകാൻ വേണ്ടിയാണ് വന്നത്. രണ്ടാമത് അവൻ വരുന്നത് രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, ദൈവം എന്ന് പേർ പറയുന്നു. രക്തം തളിച്ച ഉടുപ്പ് എന്ന് പറഞ്ഞാൽ അവൻ വരുന്നത് ക്രോധത്തോടു കൂടിയാണ് വരുന്നത്. ആദ്യം വന്നത് രക്തം നൽകാൻ വേണ്ടിയാണ് വന്നത്. എന്നാൽ രണ്ടാമത് യേശു വരുന്നത് മെതിച്ചു കളയാൻ വേണ്ടിയാണ് വരുന്നത്. അത് ഇല്ലാതാക്കി കളയാൻ വേണ്ടിയാണ് വരുന്നത്. ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രവാചകന്മാർ പറഞ്ഞില്ലേ, ദുഷ്ടനെ നിഗ്രഹിച്ച് കൊള്ളായിരുന്നു എന്നുള്ളത്. അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം സകല ദുഷ്ടന്മാരെയും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് യേശു രണ്ടാമത് ലോകത്തിൽ വരുന്നത്. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായി വിശേഷ വസ്ത്രം ധരിച്ച് കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ഇവിടെ ഈ നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ആർക്കാണ് ലഭിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാടിൻ്റെ കാന്തയ്ക്ക് ലഭിക്കുന്നതാണ് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം. 19 വാക്യത്തിൽ അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം അത് തന്നെയാണ് നിർമ്മലവും ശുഭ്രവുമായ വസ്ത്രം എന്ന് പറയുന്നത്. നിർമ്മലം എന്നുള്ളതാണ് ശുദ്ധം. അത് ഒരേ മീനിങ് ആണ്. മലയാളത്തിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷനുള്ള വാക്യങ്ങൾ നിർമ്മലം അല്ലെങ്കിൽ ശുദ്ധം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം എന്ന് വെളിപ്പാട് പുസ്തകം 19 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതും വെളിപ്പാട് പുസ്തകം 19 അതിൻ്റെ 14 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതും ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിശേഷ വസ്ത്രം ആരുടെ വസ്ത്രമാണ്? യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള കാഴ്ചപ്പാട് വെളിപ്പെടുത്തിയിട്ട് അവനെക്കുറിച്ച് പറഞ്ഞിട്ട്, അവൻ ആരാണ്? അഗ്നിയാരിക്കത്തുള്ള കണ്ണുള്ളവനാണ്, തലയിൽ അനേകം രാജമുടികളോടുകൂടി എഴുതിയിട്ടുള്ളൊരു പേരോടുകൂടി, ആരും അറിയാത്ത പേരുള്ളവൻ, രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ച് ദൈവൻ എന്ന പേർ പറയുന്നവനെ വെളിപ്പെടുത്തിയിട്ട് ഉടൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവന് മണവാട്ടി സഭയാണ്. അവരുടെ ജനനാദിയാതന്മാരുടെ സഭയാണ്. അവരല്ലേ സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രമായ വിശേഷം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. അപ്പോൾ ഈ അനുഗമിക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രാധാന്യതയുള്ളത് കുഞ്ഞാടിന്റെ മണവാട്ടിക്കാണ്, കാന്തയ്ക്കാണ്. അതുകൊണ്ടാണ് അവളുടെ വസ്ത്രത്തോടുള്ള ബന്ധത്തിൽ സൈന്യത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തന്നെയാണ് വെളിപ്പാട് 21 നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പുതിയ യെരൂശലേമിനെ കാണിക്കുമ്പോൾ അവിടെ നഗരത്തെയല്ല കാണിക്കാന്ന് പറഞ്ഞത്, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശുദ്ധ നഗരത്തിലെ അതിപ്രധാനമായിരിക്കുന്ന സ്ഥാനം അലങ്കരിക്കുന്നത് കുഞ്ഞാടിന്റെ മണവാട്ടിയായതുകൊണ്ടാണ് ഞാൻ നിനക്ക് കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മവിശുദ്ധിയിൽ നിന്ന് അവൻ കാണുമ്പോൾ ഈ സ്വർഗത്തിൽ നിന്ന് പണിതിറക്കുന്ന സ്വർഗീയനെ കുറിച്ച് പറയുമ്പോൾ അവിടെയും പ്രാധാന്യത കൊടുത്തിരിക്കുന്നത് കുഞ്ഞാടിന്റെ മണവാട്ടിയാണ്, കാന്തയ്ക്കാകുന്നു. അപ്പോൾ രണ്ടാമത്തെ വരവിൽ സ്വർഗം തുറന്ന് അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവനോടുകൂടെ വരുന്ന ദൂതന്മാരുണ്ട്, പഠന വിശുദ്ധന്മാരുണ്ട്, അവനോടുകൂടെ വരുന്ന കന്യകമാരുടെ ഗണത്തിൽപ്പെടുന്നവരുണ്ട്.
അനേക ദൂതഗണങ്ങളുണ്ട്. ഇവരെല്ലാം ഉണ്ടെങ്കിലും ഈ അനുഗമിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യതയുള്ളത് ശുദ്ധവും ശുഭ്രവുമായി വസ്ത്രം ധരിച്ച അവൻ്റെ മണവാട്ടിയാണ് പ്രാധാന്യതയുള്ളത്. അതുകൊണ്ടാണ് സ്വർഗീയ സൈന്യത്തോടുള്ള ബന്ധത്തിൽ മണവാട്ടിയാന്ന കാന്തയുടെ വസ്ത്രത്തെ എടുത്തു പറഞ്ഞ വിശേഷ വസ്ത്രം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയെങ്കിൽ കർത്താവ് രക്തം തെളിച്ച് ഉടുപ്പ് ധരിച്ച് ദൈവവചനമായിരിക്കുന്നവൻ അഗ്നിയാളിക്കത്തുള്ള കണ്ണുള്ളവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവനോടുകൂടെ വെള്ള കുതിരപ്പുറത്ത് കയറി വരുന്നതിൽ ദൈവമക്കളെ ഞാൻ നിങ്ങളോടായിരിക്കും. ഇവിടെ ഭൂമി നമ്മുടെ ജീവനോടിരിക്കുമ്പോൾ ഞാൻ ഇതുവരെയും കുതിരപ്പുറത്തൊന്നും കയറിയിട്ടില്ല. സ്തോത്രം. എനിക്കത് ഉള്ള കഴിവുണ്ടെന്ന് തോന്നുന്നുമില്ല. കുതിരപ്പുറത്ത് കയറി കുതിര ഓടിക്കാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ചെയ്യാൻ വയ്യാത്ത കാര്യത്തിൽ നമ്മൾ മെനക്കെടാവുന്നത് ശരിയല്ല. എത്ര പേര് കുതിരപ്പുറത്ത് കയറി ഓടിച്ചിട്ടൊക്കെ ഉണ്ട്, കുതിര സവാരിയൊക്കെ ചെയ്തിട്ടുണ്ട്, എത്ര പേരുണ്ട്. പക്ഷേ ഭൂമി വെച്ച് ഈ ഭൗതിക ശരീരത്തിലുള്ള കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും നമ്മെ ദൈവം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത് വെള്ളക്കുതിരപ്പുറത്ത്, സ്വർഗീയമായിരിക്കുന്ന കുതിരപ്പുറത്ത്. കുതിരയും തേരും തേരാളികളും കുതിരയും രക്തങ്ങളും ഒക്കെ സ്വർഗത്തിലുണ്ട്. അതേക്കുറിച്ച് പഴയമത്തിലൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അഗ്നിയശ്വങ്ങളും അഗ്നിരഥവും വന്ന് ഏലിയാവിനെ വേർതിരിച്ചെന്ന് പറയുന്നത്. അഗ്നിയശ്വങ്ങൾ, തീ പോലുള്ള കുതിരകൾ. അത് ആകാശത്തുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ നമ്മളെ വെളിപ്പെടുത്തിയിരിക്കുന്ന അഗ്നിയശ്വങ്ങളുടെ ബന്ധത്തിലല്ല വെളിപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളക്കുതിരപ്പുറത്താണ് സ്വർഗാസ്വർഗത്ത് നിന്ന് കുഞ്ഞാടിനോട് കൂടെ അവൻ വെള്ളക്കുതിരപ്പുറത്താകുമ്പോൾ അവൻ്റെ സൈന്യത്തിൽ പ്രാധാന്യതയുള്ളത് വിശേഷ വസ്ത്രം ധരിക്കാനുള്ള മണവാട്ടി സഭയാണ്. അപ്പോൾ ആ വലിയൊരു സൈന്യം സ്വർഗത്ത് നിന്ന് പ്രത്യക്ഷപ്പെടും. അതിനുവേണ്ടി സ്വർഗം തുറക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കൊന്നും കാണാൻ സാധിക്കത്തില്ല. എന്നാൽ ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ എത്ര പേർ വിശ്വസിക്കുന്നു? അവൻ സ്വർഗം തുറന്ന് വെള്ളക്കുതിരപ്പുറത്ത് അവനോടുകൂടെ അവനെ അനുഗമിക്കുന്ന വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്ന സൈന്യത്തിൽ പ്രാധാന്യതയുള്ളത് മണവാട്ടി സഭയാണ്. അവരെല്ലാം കൂടി പ്രത്യക്ഷപ്പെട്ട് ഭൂമിയിലേക്ക് വരുന്നതും അതിനോടനുബന്ധമായി നടക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. 7 പ്രധാന സംഭവങ്ങളാണ് കുഞ്ഞാടിൻ്റെ മഹത്വ പ്രത്യക്ഷ ബന്ധത്തിൽ ഭൂമിയിൽ നിറവേറപ്പെടുന്നത്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ ഇവിടെ രേഖപ്പെടുത്തുന്ന കർത്താവ് രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് അവൻ എന്തിനു വരുന്നു എന്നുള്ളതിനാണ് കുറിച്ചാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. നമ്മൾ കഴിഞ്ഞ പഠിച്ചിരുന്നു. അവൻ്റെ അരിവാൾ അയക്കുന്നത് നമ്മൾ പഠിക്കും. ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തത് 10 കന്യമാട് ബന്ധത്തെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അന്ന് 10 കന്യമാട് ബന്ധത്തെ പഠിപ്പിച്ചപ്പോൾ എങ്ങനെയാണ് അതിനെ ചേർക്കുന്നുള്ളതിനെ കുറിച്ച് ഞാൻ നമ്മൾ ചിന്തിച്ചിരുന്നു. പക്ഷെ ഒന്നുകൂടെ പഠിക്കുന്നതായിരിക്കും. മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അപ്പോൾ അരിവാൾ അയക്കുന്നത് വേറെയാണ്, വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ. ഇപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്ന ഇരുവായത്തുള്ള വാൾ, മൂർച്ചയുള്ള വാൾ പോലെയാണ്. ഇരുവായത്തുള്ള വാളാണ്. ഇരുവായത്തുള്ള വാളുള്ളവനെ അരുളിച്ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇരുവായത്തുള്ള വാളുള്ളവനെ അരുളിച്ചെയ്യുന്നു. അപ്പം നമ്മളോട് ഇടപെടുന്നത് ഇരുവായത്തുള്ള വാളോടുകൂടിയാണ്. എന്നാൽ ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. ജാതികളെ രക്ഷിപ്പാനായിട്ട് യേശു കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് സുവിശേഷം ഇരുവായത്തിലുള്ള വാളാണ്. അത് മൂർച്ചയുള്ളതാണ്. അത് ആത്മാവിനെയും സന്ധിബന്ധങ്ങളെയും അത് വേർപിരിക്കുന്നതാണ്. ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും വേർപിരിക്കുന്നതാണ് ദൈവവചനം. ഇരുവായത്തുള്ള വാളാണ്. എന്നാൽ രണ്ടാമത് വരുമ്പോൾ ഇല്ലാതാക്കുന്നതാണ്, നശിപ്പിക്കുന്നതാണ്, വെട്ടിക്കളയുന്നതാണ്. അവിടെ കർത്താവിനെ രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ ഒരുവൻ മാത്രം. രക്ഷിപ്പാനും നശിപ്പാനും ശക്തനായ യേശു ക്രിസ്തു മാത്രം. അപ്പൊ ആദ്യം വന്നത് ഇരുവാറ്റുള്ള വാളുള്ളവനായി ജാതികളെ രക്ഷിപ്പാൻ വേണ്ടി യേശു ലോകത്തിൽ വന്നു. എന്നാൽ അതേ ദൈവവചനം വെള്ളക്കുതിരപ്പുറത്ത്, ഇവിടെ കഥ വന്നത് അവൻ കഴുതപ്പുറത്താണ് വന്നത്.
അല്ലെ? കഴുതപ്പുറത്ത് അവൻ രാജാവായിട്ട് കഴുതപ്പുറത്താണ് വന്നത്, സമാധാനത്തിന്റെ പ്രഭുവായിട്ടാണ് വന്നത്. കഥ പറഞ്ഞു, ഞാൻ വന്നത് സമാധാനമല്ല വാളത്തിലെ വരുത്തുവാൻ വന്നതെന്ന് പറഞ്ഞു. അല്ലെ? കഥ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കരുത് സമാധാനം വരുത്താമെന്ന് വിചാരിക്കരുത്, അല്ലല്ല വാളത്തിലെ എന്ന് പറഞ്ഞു. ഇതിന്റെ അർത്ഥം ഈ പറഞ്ഞ ഇരുവാറ്റുള്ള വാള് അത് വേർതിരിക്കുന്നതാ, രൂപാന്തരപ്പെടുത്തുന്ന, മാനസാന്തരപ്പെടുത്തുന്നതാ. പക്ഷേ അതിന് വിരുദ്ധമായി നിന്ന് കഴിഞ്ഞാൽ വാളുകൊണ്ടുള്ള ശിക്ഷയെടുക്കുന്ന കഥ പറഞ്ഞത്. ഞാൻ വന്നത് സമാധാനം വരുത്താനാ വന്നത്, ശരിയാ, സമാധാനം വരുത്തും. പക്ഷെ വചനത്തോട് വിഘടിച്ചാൽ അത് വാളായിത്തീരും. എത്രയോ വ്യക്തികൾക്ക് അത് വാളായിത്തീർന്നു. എന്നാൽ കൃപയാൽ നമ്മളെ വെട്ടിക്കളയാതെ നിർത്തിയ ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. യജമാനനോട് പറയുന്നില്ലേ, ഒരു കുറച്ച് നാൾ കൂടി നിൽക്കട്ടെ, കളച്ച് മണ്ണൊക്കെ ഇടാം. വ്യവസായനെ കുറിച്ച് ബന്ധത്തിൽ പറഞ്ഞത് അതെ, നമ്മളെ വെട്ടിക്കളയാതെ, ജാതികളായിരിക്കും നമ്മളെ വെട്ടിക്കളയാതെ, ഇരുവാറ്റുള്ള വാളുകൊണ്ട് ദൈവം നമ്മളെ രക്ഷിച്ച ദൈവത്തിന്റെ സ്നേഹത്തിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യണം. എന്നാൽ കർത്താവ് രണ്ടാമത് വരുമ്പോൾ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അതുകൊണ്ട് ജാതികളെ വെട്ടുവാൻ, നശിപ്പിക്കുവാൻ, ഇല്ലാതാക്കി കളയുവാൻ അവന്റെ വായിൽ നിന്ന് ഹർമ്മോനേതൃത്വത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വാൾ പുറപ്പെടുന്നു, അവൻ ഇരുമ്പുകോൽ കണ്ടവരെ മേയ്ക്കും. രണ്ടാമത്തെ സംഗീതം പറഞ്ഞു, കുശവന്റെ പാത്രങ്ങൾ പോലെ തകർത്ത് കളയും. ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാൾ അധികാരമുള്ളവൻ. അതേ അധികാരം മണവാട്ടി സഭയ്ക്കുണ്ടെന്നുള്ളത് വെളിപ്പാട് 12-ാം അധ്യായം പഠിച്ചപ്പോൾ നാം പഠിച്ചിരുന്നു. ഇതൊക്കെ പഠിച്ചത് മറന്നുപോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളത് പഠിച്ചത് ഓർക്കണം, ഒന്നുകൂടെ ചിന്തിക്കണം. 2-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം അന്ന് പഠിപ്പിച്ചപ്പോൾ, 2-ാം സങ്കീർത്തനത്തിൽ വചനം പഠിപ്പിച്ചപ്പോൾ, 12-ാം അധ്യായത്തിൽ അത് വെളിപ്പാട് പുസ്തകമുള്ള ബന്ധത്തിൽ പഠിപ്പിച്ചപ്പോൾ അത് നമുക്കാണ് അധികാരം ദൈവം നൽകുന്നത് എന്നുള്ളത് അന്ന് വെളിപ്പെടുത്തിയിരുന്നു. 12-ാം അധ്യായം 5-ാം വാക്യം, ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാവുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന് അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അപ്പൊ ഈ മണവാട്ടി സഭ, ആദിജാതന്മാരുടെ സഭ, ഒരു ആൺകുട്ടിയായിട്ട് സ്വർഗത്തിലെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്നത് കുഞ്ഞാടിനോട് കൂടി രണ്ടാമത്തെ വരുമ്പോൾ നമുക്കും അധികാരമുണ്ട്. അഥവാ ക്രിസ്തു യേശു ചെയ്യുന്ന സകല ശുശ്രൂഷകളും ചെയ്യുവാൻ ദൈവം നമുക്കും അധികാരം നൽകിയിരിക്കുന്നു. ന്യായവിധി നടത്തുവാൻ, ജാതികളെ ഉടച്ചു കളയുവാൻ ഒക്കെയുള്ള അധികാരത്തോടെയാണ് കർത്താവ് നമ്മെ ഇവിടെ കൊണ്ടുവരുന്നത്. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ടവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്കവൻ മെതിക്കുന്നു. ഏതോമെന്ന ആ വംശത്തെ മെതിച്ചു കളയും. ഇസ്രായേലിന്റെ രക്ഷയാണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നടക്കുന്നതെങ്കിൽ യേശാവാകുന്ന ഇസഹാക്കിന്റെ മൂത്തപുത്രനായിരിക്കുന്ന ദൈവനിഷേധിയായ ആ കാഴ്ചപ്പാടില്ലാത്ത ഏദോമ്യ വംശത്തിന്റെ പൂർണ്ണമായ നശമാണ് കർത്താവിന്റെ രണ്ടാമത്തെ വരെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ജാതിയെ ദൈവം രക്ഷിക്കുമ്പോൾ യാക്കോബ് അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിന്റെ മകനായിരിക്കുന്ന 2 മക്കളിൽ യേശാവിന്റെ ജാതിയെ, ആ വംശത്തെ, ഏതോ വംശത്തെ ദൈവം മെതിച്ചു കളയും, ഇല്ലാതാക്കി കളയും. എന്നാൽ യഹൂദ ഉൾപ്പെടുന്ന യാക്കോബിന്റെ മക്കളെ ദൈവം രക്ഷിക്കുന്നതിനെ കുറിച്ചും കൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കോപവും ക്രോധമായ മധ്യത്തിൽ ചക്കവൻ മെതിക്കുന്നു. രാജാതിരാജാവും കർത്താതികർത്താവ് എന്ന നാമം അവന്റെ ഉടുപ്പുമേലും തുടമേലും എഴുതിയിരിക്കുന്നു. അപ്പോൾ അവന്റെ ഉടുപ്പുമേലും തുടമേലും എഴുതിയിരിക്കുന്നത് രാജാതിരാജാവും കർത്താതികർത്താവും. ഇപ്പൊ ഇതിൻ്റെ അകത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 6 കാര്യങ്ങളൊന്ന് വേഗത്തിൽ പറയാം. 1, അവൻ വിശ്വസ്തനാകുന്നു. 2, അവൻ സത്യവാനാണ്. 3, ആർക്കും അറിഞ്ഞുകൂടാത്ത പേരുള്ളവനാണ്. 4, ദൈവജനം എന്ന പേരുള്ളവനാണ്. 5, അവൻ രാജാതിരാജാവാണ്. 6, അവൻ കർത്താവാണ്. അവനാണ് യേശു കർത്താവ്. യേശു കർത്താവ് നമ്മുടെ ആത്മമോളവാൻ മഹാരാജാവ് വരുന്ന കർത്താവ് യേശു ക്രിസ്തു ഞാനിവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മൾ വായിച്ച ഭാഗം അപ്പോൾ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. 19-ാം അധ്യായം 11 വായിക്കണം. യേശു വരുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 1,
നീതിയോടെ വിധിക്കുന്നതിന് പോരാടുന്നതിന് വേണ്ടി 24-6 വാഴുന്നതിന് വേണ്ടി ക്രോധത്തിൽ യേശു കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ്. എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു, അവനുകൂടി ആര് വരുന്നു, അതുപോലെ തന്നെ എന്തിനു വരുന്നു എന്നാണ് വെളിപ്പാട് 19-16 വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 14:3 ചിന്തിക്കുമ്പോൾ ഒന്ന് സ്വർഗം തുറന്ന് കർത്താവായ യേശു ക്രിസ്തു വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുമ്പോൾ അവനെ അനുഗമിക്കുന്ന ഒരു പ്രാധാന്യതയുള്ളത് ശുദ്ധവും ശുഭ്രവും ശുദ്ധവുമായിരിക്കുന്ന നിർമ്മലവും ശുഭ്രവുമായിരിക്കുന്ന വസ്ത്രം ധരിക്കുന്ന മണവാട്ടി സഭയാണ്. അവർ അവനോട് കൂടി അനുഗമിക്കുന്നു. അവർക്ക് അധികാരമുണ്ട്. ജാതികളെ വെട്ടുന്ന വാൾ പോലെ യേശുവിൻ്റെ വായിൽ നിന്ന് വചനം പോകുമ്പോൾ അവരെ ഇല്ലാതാക്കി കളയുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിപ്പാടേ തീർന്നു. അപ്പോൾ കർത്താവിൻ്റെ കൂടെ യേശു ക്രിസ്തുവാണ് സ്വർഗം തുറന്ന് രണ്ടാമത് വരുന്നത്. ആ സ്വർഗം തുറന്നാണ് വരുന്നത്. അവനോടുകൂടെ വരുന്നത് മണവാട്ടി സഭയുണ്ട്. അവര് വെള്ളക്കുതിരപ്പുറത്താണ് വരുന്നത്. സ്വർഗീയ സൈന്യം പ്രത്യക്ഷപ്പെടുന്നു. അതിന് പ്രാധാന്യതയുള്ളത് മണവാട്ടി സഭയാകുന്ന കാന്തയ്ക്കാവുന്ന എന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടി യേശു വരുന്നു ചോദിക്കുമ്പോൾ അവൻ ജാതികളെ വെട്ടുവാൻ, അല്ലെങ്കിൽ ജാതികൾ നശിപ്പിച്ച് കളയുവാൻ, അതുപോലെ തന്നെ ഏദോമ്യ വംശത്തെ ചക്കിലിട്ട് മെതിച്ച് ഇല്ലാതാക്കി കളയുവാൻ വേണ്ടിയാണ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. അവൻ രാജാവും കർത്താതി കർത്താവ് എന്ന നാമമുള്ളവനായി ഉടുപ്പും മേലും തുടമേലും എഴുതിയിരിക്കുന്നു. അപ്പോൾ കർത്താവ് നീതിയോടെ വിധിക്കും. അവൻ പോരാടും. അവൻ വാഴുന്നതിന് വേണ്ടിയാണ് സ്വർഗാസ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇതേക്കുറിച്ചുള്ള വലിയ കാര്യങ്ങൾ നാം മനസ്സിലാക്കിയപ്പോൾ അവൻ വെള്ളക്കുതിരപ്പുറത്ത് പ്രത്യക്ഷനാകുന്നത് ഭൂമിയിൽ സമാധാനം സ്ഥാപിപ്പാനായിട്ടാണ്. യേശു സ്വർഗത്തിൽ നിന്ന് ആഗതനാകുന്നത് സമാധാന പ്രഭുവായ ദൈവത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തി. ഇപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലാണെങ്കിലും നമ്മുടെ പുറമെ അസ്വസ്ഥത നിറഞ്ഞ പൈശാചിക ലോകമാണ്. നമ്മുടെ അകത്ത് ദൈവരാജ്യമുണ്ട്. അതാ പറഞ്ഞു, ദൈവരാജ്യം നിങ്ങൾ തന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ അസ്വസ്ഥമാകുന്ന പൈശാചിക ലോകത്തിലാണ് ജീവിക്കുന്നെങ്കിലും നമ്മുടെ അകത്ത് ദൈവരാജ്യമുണ്ട്, സമാധാനമുണ്ട്. കാരണം സമാധാനമായ ക്രിസ്തു നമ്മളിൽ വാഴുന്നു. രാത്രി സന്ദേശം കേൾക്കുമ്പോൾ അതുകൊണ്ട് സമാധാനപ്രഭു ഉള്ളവർക്ക് പുറമെ എന്തെല്ലാം അസ്വസ്ഥമായാലും അത് അകത്തേക്ക് വരാതെ അവൻ നമ്മുടെ മേൽ അകത്ത് വാഴുന്നത് കൊണ്ട്, രാജാവായി വാഴുന്നത് കൊണ്ട് നീതി കണ്ട് പേടിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇതാണ് ഈ കാറ്റും കൂളും ഒക്കെ കാണുമ്പോൾ കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്റെ കൂടെ വള്ളത്തിലുണ്ടെങ്കിൽ എന്തിനാണ് പത്രോസേ നിങ്ങളിങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത്? നിന്റെ അകത്ത് നിന്റെ കൂടെ ഞാനില്ലേ? അങ്ങനെയാണെങ്കിൽ പുറത്ത് എത്രമാത്രം കാറ്റടിച്ചോട്ടെ, തിരമാല ഉയർന്നോട്ടെ, നീ ഭാരപ്പെട്ടു പോകണ്ട, നീ വിഷയപ്പെടേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഈ ലോകത്തിലുണ്ട്. കാറ്റും കോളും നിറഞ്ഞതാണ് ലോകം. പൈശാചിക ആധിപത്യമുള്ളതാണ് ലോകം. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ദൈവരാജ്യത്തിന്റെ സമാധാനം നമ്മൾ ഉള്ളതുകൊണ്ട് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അനുഭവിക്കുന്നവരാണ് ദൈവമക്കൾ. ഇന്ന് രാത്രിയിൽ ആർക്കെങ്കിലും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ഇല്ലെങ്കിൽ അവർ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലല്ല, പുറമേയുള്ള ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നാൽ മറ്റുള്ളവർ സമാധാനം കണ്ടെത്തുന്നത് മദ്യമയക്കുമരുന്നുകളിലൂടെ അല്ലെങ്കിൽ എൻജോയ്മെന്റിലൂടെ ഒക്കെയാണ്. അവർ സമാധാനം സന്തോഷവും കണ്ടെത്തി ഉറങ്ങുന്നതെങ്കിൽ, അവർ എൻജോയ് ചെയ്യുന്നതെങ്കിൽ, കഥ പറഞ്ഞു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണെന്ന് പറയുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമാധാനം നീതിയാണ്. പാപമാണ് മനുഷ്യനെ വല്ലാതെ അലസ്വരപ്പെടുത്തുന്നത്. പാപമാണ് സമാധാനത്തിന് കാരണം. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ പാപത്തെ ശുദ്ധീകരിച്ച ശുദ്ധീകരണത്തിന്റെ ശക്തി നമ്മൾ ഉള്ളത് കൊണ്ട് ഇന്ന് രാത്രി പറയണം, ഞാൻ പാപിയായിരുന്നു, എന്നാൽ ദൈവം എന്നെ കഴുകി ശുദ്ധമാക്കി അവന്റെ ആത്മാവിനെ തന്ന് അവന്റെ മക്കളാക്കി തീർത്തതുകൊണ്ട് കാറ്റുകൾ അടിച്ചുയരുമ്പോൾ, പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ കരമുയർത്തി പറയണം, എൻ്റെ അകത്തൊരു രാജാവുണ്ട്, എൻ്റെ അകത്തൊരു മന്ത്രിയുണ്ട്, അവൻ എന്നേക്കും ജീവിക്കുന്ന എൻ്റെ സമാധാനത്തിന്റെ ദൈവമാണ്, എൻ്റെ സമാധാനത്തിന്റെ പ്രഭുവാണ്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ഏത് കാറ്റിനെയും കോളിനെയും ശാന്തമാക്കുവാൻ വേണ്ടി
എനിക്ക് ജീവൻ തന്നെ രക്തം കൊണ്ട് ശുദ്ധീകരിച്ച എൻ്റെ കർത്താവും രാജാതിരാജാവുമായ കർത്താവിനിൽ വാഴുന്നത് കൊണ്ട് നാം സമാധാനമുള്ളവരാണ്. അത് അക്ഷരികമായിട്ട് നിലനിൽ വരുത്താൻ വേണ്ടിയാണ് കർത്താവ് രണ്ടാമത് വരുന്നത്. അതേപോലെ സഹസ്രാബ്ദ വാഴ്ച എന്നുള്ള വിഷയത്തിൽ നമ്മളത് ചിന്തിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ സമാധാനമുണ്ടെന്ന് പറയാൻ കാരണം അല്ലേ? സമാധാനം ഉണ്ടാകാൻ കാരണം എന്താ? കാരണം എന്താ സമാധാനം ഉണ്ടാകാൻ കാരണം എന്താ? നമ്മളെ നീതീകരിച്ചു. ദൈവരാജ്യം ഭക്ഷണവുമായി നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. കാണാതെ വാക്യം പഠിച്ചാൽ പോരാ. നീതീകരണം പ്രാപിച്ച ദൈവമക്കൾ രാത്രിപ്പാണ് എനിക്ക് സമാധാനമുണ്ട്. യേശു കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമാധാനത്തിന്റെയും പരിഹാരം കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാണ്. അത് രോഗസൗഖ്യമാണ്, അത് പാപമോചനമാണ്, അത് വിഷയങ്ങളെ പരിഹരിക്കുന്നതാണ്. ജീവന്റെ ശക്തിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. മരണത്തെ ജയിച്ചുയർത്തേറ്റ യേശുവിന്റെ ജീവന്റെ ശക്തി നമ്മൾ വാഴുന്നത് കൊണ്ട് നാം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമുള്ളവരായതുകൊണ്ടാണ് നാം പാട്ടുപാടി സന്തോഷത്തോടെ ഈ യാത്ര നയിക്കുന്നത്. രാത്രിയിൽ സമയം തീർന്നതുകൊണ്ട് ഞാൻ വചനത്തിൽ വിരാമിടാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ പാട്ടുപാടുവാൻ കഴിയും? സന്തോഷത്തോടെ പാടുവാൻ കഴിയും? എൻ്റെ കർത്താവ് രാജാതിരാജാവായി കർത്താവായി എൻ്റെ ഉള്ളിൽ വാഴുന്നുകൊണ്ട്, നിന്റെ അകത്ത് രാജാവില്ലയോ, നിന്റെ അകത്ത് മന്ത്രിയില്ലയോ, നീ എന്തിനിങ്ങനെ നിലവിളിക്കുന്നതൊക്കെ ചോദിച്ചുകൊണ്ട് പ്രവാചകൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് രാത്രി പറയാം, അതെ, നമ്മുടെ കർത്താവ് നമ്മുടെ അകത്തുണ്ട്. എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും, ലോകത്ത് എന്തെല്ലാം ഉണ്ടായാലും, അത് രൂപയുടെ മൂല്യം ഇടിഞ്ഞാലും, പെട്രോള് കിട്ടാൻ ഇല്ലാതെ വന്നാലും, നമുക്കറിയാം കാര്യങ്ങൾ കൈവിടപ്പെട്ടു പോകാതെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ കാര്യങ്ങളെ നിയന്ത്രിക്കും. എത്ര വിശ്വസിക്കുന്നു? വേഗത്തിൽ ദൈവമെല്ലാം ശാന്തമാക്കും. എല്ലാം ഈ ആടി ഉലയുന്ന അവസ്ഥയിൽ നിന്ന് ഉയർന്നു പോകുന്ന തിരമാലകളെ ശാന്തമാക്കും. ഇത് കോവിഡ് വന്നപ്പോൾ നാം പ്രാർത്ഥിച്ചില്ലേ? ദൈവം ശാന്തമാക്കിയില്ലേ? അതിന്റെ പേര് പോലും ഇല്ലാതെ ദൈവം എടുത്തു കളഞ്ഞില്ലേ? ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ചിലർ മരിച്ചു പോയിട്ടുണ്ട്, പക്ഷെ മരിച്ചു പോയെങ്കിലും വിശുദ്ധന്മാർ പ്രത്യാശയിലേക്ക് പ്രവേശിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, അവര് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടെങ്കിൽ ദൈവത്തെ അറിയാമായിരുന്നു, അവരുടെ ആയുസത്രയും മതിയെന്ന് ദൈവത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഭൂമിയിൽ ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും നാം എപ്പോൾ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാലും സന്തോഷത്തോടെ പറയണം, എൻ്റെ ഉള്ളിൽ എനിക്കൊരു പ്രത്യാശയുണ്ട്, എനിക്കൊരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് നാം പ്രത്യാശയുള്ളവരായി പാട്ടുകളെ പാടുന്നത്. നമ്മളെ വേർത്തു പോകുന്ന, ഭാരപ്പെടുത്തുന്ന, വിറങ്ങലിച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ രാജാതിരാജാവും കർത്താവും ജീവൻ തന്ന ദൈവത്തെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് സമാധാനം തരും. അമരത്ത് അത് തല വെച്ചുകൊണ്ട് ഉറങ്ങുന്ന നമ്മുടെ കർത്താവ് രാത്രി നമുക്ക് വേണ്ടി എഴുന്നേൽക്കും, അസ്വസ്ഥതകളെ മാറ്റും. അവൻ നമ്മുടെ കാര്യങ്ങളെ ഏറ്റെടുക്കും, നമ്മുടെ ജീവിതത്തെ നയിക്കും. ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട ദിവസങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവസാനത്തെ നിയന്ത്രിച്ചെല്ലാം ശാന്തമാക്കുവാൻ പോകുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം തുടർന്നുള്ള ഭാഗങ്ങൾ കർത്താവിൻ്റെ കൃതത്താൽ മനുഷ്യപുത്രം വെളിപ്പെടുന്ന നാളിൽ എന്തെല്ലാം സംഭവങ്ങളാണ് ഒരു ദിവസം കൊണ്ട് നടക്കുന്നത്. അത് 7 സംഭവങ്ങളാകുന്നു. അത് കുറിച്ച് നാളെ നമ്മൾ സവിസ്തരമായി ചിന്തിക്കും. ആ 7 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ വേഗത്തിൽ എന്ന് വെളിപ്പെടുത്തി ഞാൻ വചനപഠനത്തിന് വിരാമം വിടുന്നു. മനുഷ്യപുത്രം വെളിപ്പെടുന്ന ദിവസം നടക്കുന്ന 7 സംഭവങ്ങളൊന്ന് ലോകാവസാന കൊയ്ത്തിൽ മനുഷ്യപുത്രം തന്റെ വൃതന്മാരെ ചേർക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച വെളിപ്പാട് 14-16 വാക്യങ്ങളോടെ ചിന്തിക്കാനായിരിക്കും. കൊയ്ത്തിൽ മനുഷ്യപുത്രം വൃതന്മാരെ ചേർക്കുന്നത്. കർമ്മോദം യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. 17-21. ഭൂമിയിലെ മുന്തിരിക്കൊല അറുത്ത് ദൈവവിരോധത്തിന്റെ വലിയ ചക്രിട്ട് മെതിക്കുന്ന ഏതോ ഒരു നാശം. അത് 19-ാം അധ്യായം 17-21 വാക്യം. അതിന് സാത്താൻ ബന്ധിക്കപ്പെട്ട അഗാധമാകുന്ന തടവറയിൽ 1000 ആണ്ടേക്ക് മുദ്ര അവനെ അടച്ചിടുന്നത്. 20-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭൂമിയിൽ വെച്ച് നടക്കുന്ന കല്യാണ സദ്യ, വിരുദ്ധശാലയിലേക്ക് പ്രവേശിപ്പിച്ച് നടക്കുന്ന കല്യാണ സദ്യ. മനുഷ്യപുത്രം വെളിപ്പെടുന്ന നാളിൽ നടക്കുന്ന ലോകാവസാന കൊയ്ത്തിന്റെ അവസാനത്തെങ്കിൽ അന്ന് ജീവനോടിരിക്കുന്ന സകല മനുഷ്യരെയും ദൂതന്മാർ പോയി മഹത്വ സിംഹാസനം ഭാഗം കൂട്ടിച്ചേർക്കുന്നത്, ദൈവരെ അടുത്ത മരുത്ത് മാറ്റിയിരിക്കുന്നത്.
മഹത്വ സിംഹാസനത്തിന് മുമ്പിലുള്ള ന്യായവിധിയും സഹസ്രാബ്ദ വാഴ്ചയുടെ ആരംഭവും. ഇത്രയും കാര്യങ്ങളാണ് കർത്താവും നമ്മളും സ്വർഗാസ്വർഗത്തിന് വരുമ്പോൾ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ നടക്കുന്ന സംഭവം. ഈ കാര്യങ്ങളെ കുറിച്ച് ദൈവം വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. രാത്രിയിൽ വചന പഠനത്തിനായി പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് നല്ലതല്ലേ? അതുകൊണ്ട് ദിവസങ്ങളിൽ പ്രത്യാശയോടെ ജീവിക്കാം. നമുക്കത് മനസ്സിലാക്കി. ഇവിടെ ഭരണം മാറും, ഇവിടെ പലരും വാഴും, ഇവിടെ പലതും സംഭവിക്കും. പക്ഷേ നമ്മൾ അവനോടുകൂടെ അവൻ വാഴുവാൻ ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴും. ഇവിടെയുള്ള ഭരണവും രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രവും ഒക്കെ അത് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ. ജീവൻ നിലനിൽക്കുന്ന സമയം മാത്രം വരെയുള്ളൂ. എന്നാൽ നാം നിത്യ രാജാവിനോടുകൂടി എന്നേക്കും വാഴുവാനുള്ളതായതുകൊണ്ട് പ്രത്യാശയോടെ രാത്രിയിൽ സന്തോഷത്തോടെ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട്, എൻ്റെ കർത്താവിൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്, എനിക്ക് സമാധാനമുണ്ടെന്നോ പറഞ്ഞുകൊണ്ട്, അതേ ആ ക്രിസ്തുയേശു രക്തത്തിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.